ഹായ് ഡിയർ ഫ്രണ്ട്സ്, എല്ലാവർക്കും പ്രിപ്സ്കേയിലേക്ക് സ്വാഗതം. ഞാൻ റിനോയ് CK. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് മക്കളെ PSC LPSI UPSI എക്സാമിന് ഏറ്റവും പ്രാധാന്യം അർഹിക്കുന്ന ചില ഭാഗങ്ങളാണ്. അത് വേറൊന്നുമല്ല, ഓൾറെഡി നിങ്ങൾക്ക് അറിയുന്ന വസ്തുതയാണ്. കഴിഞ്ഞ LPSI UPSI ചോദ്യ പേപ്പറിൽ നമ്മൾ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്ത 10ൽ 10 ചോദ്യവും എന്ത് ചെയ്തിട്ടുണ്ട്, എക്സാമിന് ചോദിച്ചിട്ടുണ്ട്. സോ അത്തരത്തിൽ കഴിഞ്ഞ തവണത്തെ ആ ഒരു എക്സ്പീരിയൻസ് വെച്ചുകൊണ്ട് ഞാൻ വീണ്ടും പറയുന്നു, നമ്മൾ ഇനി അതായത് നമുക്ക് അടുത്ത എക്സാമിന് വരുന്ന അടുത്ത LPSI UPSI എക്സാമിന് നമ്മളോട് ചോദിക്കുന്ന SCERT ടെക്സ്റ്റ് ബുക്കിലെ കണ്ടന്റ്, അതായത് പ്രധാനപ്പെട്ട ഭാഗങ്ങളൊക്കെ തന്നെ നമ്മൾ എന്ത് ചെയ്യുന്നു, ഒരൊറ്റ ഇരുത്തത്തിന് പഠിക്കുന്നു. സോ കൂടെ കട്ടയ്ക്ക് നിന്നോ LPSI UPSI എക്സാമിന് SCERT ടെക്സ്റ്റ് ബുക്കിൽ നിന്ന് ചോദിക്കുന്ന എല്ലാ ചോദ്യങ്ങളും നമ്മൾ എന്ത് ചെയ്യും, ഇപ്പോൾ ഡിസ്കസ് ചെയ്യും. നമ്മൾ ടോപ്പിക്കിലേക്ക് പോകാം. സോ ചാപ്റ്റർ വൈസ് ആയിട്ട് തന്നെ നമുക്ക് പോകാം. 10ാം ക്ലാസ്സിലെ ടെക്സ്റ്റ് ബുക്കിൽ നിന്നും ഞാൻ വീണ്ടും ആവർത്തിച്ച് പറയാം, UPSI എക്സാമിന് ഏറ്റവും കൂടുതൽ ചോദ്യം ഉണ്ടാവുക 10ാം ക്ലാസ്സിലെ ചാപ്റ്ററിൽ നിന്നായിരിക്കും. സോ ആ ചാപ്റ്ററിലെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ മാത്രം, ഏറ്റവും പ്രധാനപ്പെട്ടവ, കാച്ചിക്കുറുക്കിയെടുത്തവ എന്നൊക്കെ പറയാം അല്ലെ, ഏറ്റവും പ്രധാനപ്പെട്ട വസ്തുതകൾ മാത്രമേ നമ്മൾ എന്ത് ചെയ്യുന്നുള്ളൂ, ഇപ്പോൾ ഓടിച്ചു പോകുന്നുള്ളൂ. ഈ കാര്യങ്ങളെങ്കിലും പഠിച്ചിട്ട് എന്ത് ചെയ്യാവൂ, എക്സാമിന് പോകാവൂ. ഓക്കെ, നമുക്ക് എന്ത് ചെയ്യാം, ആ ഭാഗത്തേക്ക് നീങ്ങാം. LPSI UPSIയുടെ ഏറ്റവും ഉറപ്പായിട്ടും പഠിച്ചിരിക്കേണ്ട വസ്തുത, സോ ജീവശാസ്ത്രം ബയോളജിയിലെ 10ാം ക്ലാസ്സിലെ ടെക്സ്റ്റ് ബുക്കിലെ ബയോളജിയിലെ ആദ്യ ചാപ്റ്ററിന്റെ പേരാണ് മക്കൾ എന്ത്, അറിയാനും പ്രതികരിക്കാനും എന്ന പാഠഭാഗത്തിലെ ഡാറ്റകളാണ് നമ്മൾ ആദ്യം ഡിസ്കസ് ചെയ്യുന്നത്. അതിൽ ഒന്നാമത്തെ കാര്യം, സോ ചോദ്യം ഇതാണ്, അതായത് തലച്ചോറുമായി ബന്ധപ്പെട്ട ചോദ്യമാണ് ചോദിക്കുക. സോ തലച്ചോറുമായി ബന്ധപ്പെട്ട് നിങ്ങൾ എന്ത് ചെയ്യും, സ്വാഭാവികമായിട്ട് സെറിബ്രം, സെറിബെല്ലം, അതേപോലെ തന്നെ തലാമസ്, ഹൈപ്പോതലാമസ്, ദ ലാസ്റ്റ് വൺ മെഡുല്ല ഒബ്ലോംഗേറ്റ. ഇതിൽ 4 ഡാറ്റകളെ കുറിച്ചും വ്യക്തമായിട്ട് പഠിച്ചിരിക്കുക. സോ ഓർത്തു വെക്കുക, സെറിബ്രത്തിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ മനസ്സിലാക്കി വെക്കുക, ചിന്ത, ബുദ്ധി, ഓർമ്മ, ഭാവന. സോ ചിന്ത, സുബോധം, ബുദ്ധിശക്തി, ചിന്ത, വിവേചനം, ഓർമ്മ, ഭാവന, ഇവയൊക്കെ എന്തുമായിട്ട് ബന്ധപ്പെട്ട അല്ലെങ്കിൽ ഇവയൊക്കെ നിയന്ത്രിക്കുന്ന ഭാഗമാണ് ഇത് സെറിബ്രം. എന്നാൽ അതോടൊപ്പം തന്നെ ഇന്ദ്രിയാനുഭവങ്ങളുടെ കേന്ദ്രവും അതോടൊപ്പം തന്നെ ഐച്ഛിക ചലനത്തെ നിയന്ത്രിക്കുന്ന ഏതാണ്, സെറിബ്രമാണെന്ന് മനസ്സിലാക്കി വെക്കുക. പക്ഷെ നമ്മളോട് PSC ചോദിക്കുന്നത് ചിന്ത, ബുദ്ധി, ഓർമ്മ, ഭാവന, ഇവയുടെ കേന്ദ്രം ഏതാണെന്നായിരിക്കും. ആ കേന്ദ്ര ഭാഗമാണ് ഇത് സെറിബ്രം. എന്നാൽ സെറിബെല്ലവുമായിട്ട് ബന്ധപ്പെട്ട് ചോദിക്കുന്നത് പേശി പ്രവർത്തനങ്ങളെ ഏകോപിപ്പിച്ചുകൊണ്ട് ശരീരത്തിന്റെ തുലനനില പാലിക്കുന്ന തലച്ചോറിന്റെ ഭാഗമാണ് ഇത് സെറിബെല്ലം. അതോടൊപ്പം തന്നെ മനസ്സിലാക്കി വെക്കുക, സെറിബ്രത്തിന് പിന്നിൽ കാണപ്പെടുന്ന 2 ദളങ്ങളായി കാണപ്പെടുന്നതും വ്യക്തമായ ചാലുകളുള്ളതുമായ ഭാഗമാണ് ഇത് സെറിബെല്ലം. വ്യക്തമായ ചാലുകൾ നമുക്ക് കാണേ, ഓൾറെഡി നമ്മൾ ഇതൊക്കെ പഠിച്ചതാണ്. ഓർത്ത് വെച്ചോ, തലച്ചോറിന്റെ ഏറ്റവും വലിയ ഭാഗം സെറിബ്രമാണ്. അതല്ലേ മക്കളെ ഈ സെറിബ്രം കാണുന്നത്, ഏറ്റവും വലിയ ഭാഗം സെറിബ്രമാണെങ്കിൽ രണ്ടാമത്തെ വലിയ ഭാഗമാണ് ഇത് സെറിബെല്ലം. ഇതാണ് സെറിബെല്ലം. ഈ സെറിബെല്ലത്തിന്റെ പ്രത്യേകത പേശി പ്രവർത്തനങ്ങൾ ഏകോപിപ്പിച്ചുകൊണ്ട് ശരീരത്തിന്റെ തുലനനില പാലിക്കാൻ സഹായിക്കുന്ന ഭാഗമാണ് ഇത് സെറിബെല്ലം. ആ സെറിബെല്ലത്തിൽ നമുക്ക് എന്ത് കാണാം, വ്യക്തമായ ചാലുകൾ കാണാം. അപ്പൊ വ്യക്തമായ ചാലുകൾ കാണപ്പെടുന്ന തലച്ചോറിന്റെ പിന്നിലുള്ള 2 ദളങ്ങളോടുകൂടി അഥവാ ദ്വിദളമുള്ള ഭാഗമാണ് ഇത് സെറിബെല്ലം, രണ്ടാമത്തെ വലിയ ഭാഗം അല്ലെ. ആ സെറിബെല്ലത്തെ കുറിച്ച് നമ്മളോട് ചോദിക്കും, പേശി പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്ന ഭാഗം ഏതാണെന്ന് ചോദിക്കും. പഠിച്ചു വെച്ചോ, അതേതാണ്, സെറിബെല്ലമാണ്. അതോടൊപ്പം തന്നെ മനസ്സിലാക്കി വെച്ചോ, തലാമസിനെ പറ്റി ചോദിക്കുന്ന ചോദ്യം ഇതായിരിക്കും, അതായത് സെറിബ്രത്തിലേക്കും സെറിബ്രത്തിൽ നിന്നുമുള്ള ആവേഗങ്ങളെ എന്താ പറയാ, പരിശോധിക്കുന്ന കേന്ദ്രം അഥവാ പുനഃപ്രസരണ കേന്ദ്രം അഥവാ റിലേ സ്റ്റേഷൻ എന്നറിയപ്പെടുന്ന ഭാഗം ഏതാ, പുനഃപ്രസരണ കേന്ദ്രം അഥവാ റിലേ സ്റ്റേഷൻ എന്നറിയപ്പെടുന്ന ഭാഗമാണ് ഇത് തലാമസ്. സോ ആ ഡാറ്റ എങ്കിലും വ്യക്തമായിട്ട് പഠിച്ചിട്ടേ പോകാവോ മക്കളെ. അതോടൊപ്പം തന്നെ ഹൈപ്പോതലാമസിനെ കുറിച്ചും, അതായത് ആന്തര സംസ്ഥിതി പാലനത്തിന് സഹായിക്കുന്നു. ദാഹം, വിശപ്പ്, ലൈംഗികാസക്തി, സുഖാനുഭൂതി, ശരീരത്തിന്റെ താപനില, ഇവയൊക്കെ നിയന്ത്രിക്കുന്നത് കൊണ്ട് ആന്തര സമസ്ഥിതിയെ പരിപാലിക്കുന്ന ഭാഗമാണ് ഇത് ഹൈപ്പോതലാമസ് എന്നറിയപ്പെടുന്നത്. സോ ആ ഡാറ്റയും മനസ്സിലാക്കി വെച്ചോ. എന്നാൽ മെഡുല്ല ഒബ്ലോംഗേറ്റയുമായി ബന്ധപ്പെട്ട് പഠിച്ചു വെച്ചോ, അനൈച്ഛിക ചലനത്തെ നിയന്ത്രിക്കുന്നു, അനൈച്ഛിക പ്രവർത്തനത്തെ നിയന്ത്രിക്കുന്ന ഭാഗമാണ് ഇത് മെഡുല്ല ഒബ്ലോംഗേറ്റ. സോ തലച്ചോറുമായി ബന്ധപ്പെട്ട് മിനിമം ഈ കാര്യം, അതായത് സെറിബ്രം എന്താണ്, ബുദ്ധി, ചിന്ത, സുബോധം, ഭാവന, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിയന്ത്രിക്കുന്നത് സെറിബ്രമാണ്. അത് മാത്രമല്ല സെറിബെല്ലത്തിന്റെ പ്രത്യേകത പേശി പ്രവർത്തനങ്ങളെ ഏകോപിപ്പിച്ചുകൊണ്ട് ശരീരത്തിന്റെ തുലനനില പാലിക്കാൻ സഹായിക്കുന്ന ഭാഗമാണ് ഇത് സെറിബെല്ലം. അത് മാത്രമല്ല തലാമസ് ആണെങ്കിൽ സെറിബ്രത്തിലേക്കും സെറിബ്രത്തിൽ നിന്നുമുള്ള ആവേഗങ്ങളുടെ പുനഃപ്രസരണ കേന്ദ്രമാണ് ഇത്
തലാമസ് എന്നും. അതോടൊപ്പം തന്നെ ഹൈപ്പോതലാമസിനെ കുറിച്ച്, ഹൈപ്പോതലാമസിന്റെ പ്രത്യേകത ആന്തര സമസ്ഥിതി പാലകൻ എന്നറിയപ്പെടുന്ന ആരാണ്? ഹൈപ്പോതലാമസ് ആണ്. ദ ലാസ്റ്റ് വൺ മെഡുല്ല ഒബ്ലോങ്കേറ്റ, അനൈച്ഛിക ചലനത്തെ നിയന്ത്രിക്കുന്നു. സോർത്ത് വെച്ചോളെ, 10ാം ക്ലാസ്സിലെ 1ാമത്തെ ചാപ്റ്ററിൽ ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ടെങ്കിലും ഏറ്റവും പ്രധാനമായിട്ടും ആ കാര്യം നിങ്ങൾ മനസ്സിലാക്കി വെക്കുക. എന്നാൽ അതേ ചാപ്റ്ററിൽ പ്രതിപാദിക്കുന്ന മറ്റൊരു കാര്യമാണെന്ത്? ഗാബ ഗാബ മീൻസ് ഗാമ അമിനോ ബ്യൂട്ടൈറിക് ആസിഡ്. എന്താണ് ഗാബ എന്ന് ചോദിച്ചാൽ എടാ മനസ്സിലാക്കി വെച്ചോ, അതൊരു നാടീയ പ്രേഷകമാണ്. ഗാബ എന്നത് ഒരു നാടീയ പ്രേഷകം അഥവാ ന്യൂറോ ട്രാൻസ്മിറ്റർ ആണ്. എന്താണ് നാടീയ പ്രേഷകം അഥവാ ന്യൂറോ ട്രാൻസ്മിറ്റർ ചെയ്യുന്നത്? ആവേഗങ്ങളെ ഒരു ന്യൂറോണിൽ നിന്നും മറ്റൊരു ന്യൂറോണിലേക്ക് കടത്തിവിടാൻ സഹായിക്കുന്ന രാസവസ്തുക്കളായിരുന്നു ആര്? നാടീയ പ്രേഷകം. അത്തരത്തിലൊരു നാടീയ പ്രേഷകമാണ് ഇത് ഗാബ. നമ്മുടെ എന്തുപോലെ? അസറ്റൈൽ കൊളൈൻ പോലെ, ഡോപാമിൻ പോലെ മറ്റൊരു നാടീയ പ്രേഷകമാണ് ഗാബ. ഗാബയുടെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ എടാ വെള്ളം അടിച്ചു കഴിഞ്ഞാൽ, മദ്യപിച്ചു കഴിഞ്ഞാൽ നമ്മുടെ തലച്ചോറിൽ കൂടുതലായിട്ട് ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന നാടീയ പ്രേഷകമാണ് ഇത് ഗാബ, ഗാമ അമിനോ ബ്യൂട്ടൈറിക് ആസിഡ്. ആ ഗാബയുടെ ഉൽപാദനം കൂടുമ്പോൾ എന്ത് സംഭവിക്കുന്നു? ശാരീരിക പ്രതികരണങ്ങളൊക്കെ മന്ദീഭവിപ്പിക്കുന്നു അല്ലെങ്കിൽ മന്ദീഭവിക്കുന്നു. എടാ അതുകൊണ്ടാണ് വെള്ളം അടിച്ചിട്ട് വണ്ടി ഓടിക്കരുത് എന്ന് പറയുന്നത്. മദ്യപിച്ച് വണ്ടി ഓടിച്ചു കഴിഞ്ഞാൽ ശാരീരിക പ്രതികരണങ്ങൾ എന്താകും? മന്ദീഭവിക്കും, സ്ലോ ഡൗൺ ആവും. അങ്ങനെ സ്ലോ ഡൗൺ ആയി കഴിഞ്ഞാൽ നോർമലി വണ്ടി ഓടിക്കുന്ന സമയത്ത് ഓടുന്ന വണ്ടിക്ക് കുറുകെ ഏതെങ്കിലും ജീവി ചാടിയാൽ പെട്ടെന്ന് നമ്മൾ എന്ത് ചെയ്യില്ല? ബ്രേക്ക് ഇട്ട് എന്ന് വരില്ല. സോ ഇത്തരത്തിൽ ശാരീരിക പ്രവർത്തനങ്ങളെ മന്ദീഭവിപ്പിക്കുന്ന, സ്ലോ ഡൗൺ ആക്കുന്ന ഒരു നാടീയ പ്രേഷകമാണ് ഇത് ഗാബ. അടിവരയിട്ട് വെച്ച് പഠിച്ചോളെ, ദ വെരി ഇമ്പോർട്ടന്റ് ഫാക്ടർ. സോ ഇനി നമുക്ക് അടുത്തതിലേക്ക് പോകാം. അടുത്ത ഡാറ്റ എന്താണെന്ന് നോക്കാം. അത് മറ്റൊന്നുമല്ല, സിമ്പത്തറ്റിക്കും പാരാസിമ്പത്തറ്റിക്കും. മനസ്സിലാക്കി വെച്ചോ, അടിയന്തര ഘട്ടത്തെ നമ്മളെ തരണം ചെയ്യാൻ സഹായിക്കുന്നത് സ്വതന്ത്ര നാഡീ വ്യവസ്ഥയാണെന്ന് നിങ്ങൾക്ക് അറിയാം. ഓർത്തു വെച്ചോളെ, നാഡീവ്യവസ്ഥയുടെ പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് ഇത് സ്വതന്ത്ര നാഡീ വ്യവസ്ഥ. ആ സ്വതന്ത്ര നാഡീ വ്യവസ്ഥയ്ക്ക് 2 ഭാഗങ്ങളാണുള്ളത്. ഒന്ന് സിമ്പത്തറ്റിക്കും മറ്റൊന്ന് പാരാസിമ്പത്തറ്റിക്കും. അടിയന്തര ഘട്ടത്തിൽ ഏറ്റവും ആദ്യം ആക്റ്റീവ് ആകുന്നത് സിമ്പത്തറ്റിക് ആയിരിക്കും. സിമ്പത്തറ്റിക്കിനോട് ചേർന്നിട്ട് അല്ലെങ്കിൽ സിമ്പത്തറ്റിക്കിനോട് ചേർന്ന് പ്രവർത്തിക്കുന്ന മറ്റൊരു സിസ്റ്റമാണ്, മറ്റൊരു സംവിധാനമാണ് ഇത് പാരാസിമ്പത്തറ്റിക് സിസ്റ്റം. സോ ഈ സിമ്പത്തറ്റിക് സിസ്റ്റം ആക്റ്റീവ് ആകുമ്പോൾ, അതായത് അടിയന്തര ഘട്ടത്തിൽ ആദ്യം ഉണ്ടാകുന്ന മാറ്റങ്ങൾ എന്തൊക്കെയാണ്? സിമ്പത്തറ്റിക് ഘട്ടം അല്ലെങ്കിൽ സിമ്പത്തറ്റിക് വ്യവസ്ഥ ആക്റ്റീവ് ആകുമ്പോൾ ഉണ്ടാവുന്ന മാറ്റങ്ങൾ എന്തൊക്കെയാണെന്ന് ചോദിച്ചാൽ ആ മാറ്റങ്ങളാണ് പഠിക്കേണ്ടത്. ഒരുപാട് മാറ്റങ്ങൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട മാറ്റം നിങ്ങൾ അടിവരയിട്ട് വെച്ച് പഠിച്ചോ. ഉമിനീരിന്റെ ഉൽപാദനം എന്താകുന്നു? കുറയുന്നു. എടാ സിമ്പിൾ ആണ്. ഒരു പട്ടി നമ്മുടെ പിന്നാലെ ഓടി വരുമ്പോൾ എന്തൊക്കെ മാറ്റം ഉണ്ടാവും? ആ മാറ്റങ്ങളെയൊക്കെ നിയന്ത്രിക്കുന്നത് ആരാണ്? സിമ്പത്തറ്റിക് വ്യവസ്ഥയാണ്. അടിയന്തര ഘട്ടത്തിൽ ഏറ്റവും ആദ്യം ആക്റ്റീവ് ആകുന്നത് സിമ്പത്തറ്റിക് ആണ്. അതായത് ഒരു പട്ടി പിന്നാലെ ഓടി വരുമ്പോൾ നോർമലി നമ്മുടെ വായിൽ എന്തുണ്ടാവില്ല? ടെൻഷൻ കാരണം, പേടി കാരണം കൃഷ്ണമണി വികസിക്കും, ശരിയാണ്. അതോടൊപ്പം തന്നെ ശ്വാസോച്ഛ്വാസം കൂടും, ഹാർട്ട് ബീറ്റ് കൂടും. എന്നാൽ ഉമിനീരിന്റെ ഉൽപാദനം കുറയുന്നു. അതോടൊപ്പം തന്നെ മനസ്സിലാക്കി വെക്കുക, ഒന്നാമത്തെ പോയിന്റ് ഉമിനീരിന്റെ ഉൽപാദനം കുറയുന്നു എന്നാണെങ്കിൽ, രണ്ടാമതായിട്ട് ഇവിടെ നമ്മൾ പഠിച്ചിരിക്കേണ്ട വസ്തുത എന്താണ്? ഗ്ലൈക്കോജൻ, കരളിലെ ഗ്ലൈക്കോജൻ എന്താവുന്നു? ഗ്ലൂക്കോസ് ആയി മാറുന്നു. ഓർത്തു വെച്ചോളെ, ബാക്കിയുള്ള ഡാറ്റകളൊക്കെ ഉണ്ടെങ്കിലും ഞാൻ അതൊക്കെ സ്കിപ്പ് ചെയ്യാണ്. ഉമിനീരിന്റെ ഉൽപാദനം കുറയുന്നു. അതോടൊപ്പം തന്നെ മനസ്സിലാക്കി വെച്ചോ, ഗ്ലൈക്കോജൻ എന്താകുന്നു? ഗ്ലൂക്കോസ് ആകുന്നു. എടാ നമ്മളിപ്പോ ഓടിക്കൊണ്ടിരിക്കല്ലേ, ഓടാൻ നമുക്ക് ഊർജം വേണ്ടേ? ഊർജം ഗ്ലൂക്കോസിൽ നിന്നല്ലേ നിർമ്മിക്കുക. അപ്പൊ ഗ്ലൈക്കോജൻ എന്താകും? ഗ്ലൈക്കോജൻ ഗ്ലൂക്കോസ് ആയിട്ട് മാറുന്നു. എവിടെ വെച്ചിട്ട്? കരളിൽ വെച്ചിട്ട്. ഓക്കെ. മൂന്നാമത്തെ മാറ്റം ശ്രദ്ധിക്കുക മക്കളെ, അത് വേറൊന്നുമല്ല. നമുക്കറിയാം കുടലിലെ അല്ലെങ്കിൽ നോർമലി പെരിസ്റ്റാൾസിസ്. എന്താണ് പെരിസ്റ്റാൾസിസ്? അന്നനാളത്തിലൂടെയുള്ള ഭക്ഷണത്തിന്റെ തരംഗ രൂപത്തിലുള്ള സഞ്ചാരത്തെയാണ് നമ്മൾ എന്ത് വിളിക്കുക? പെരിസ്റ്റാൾസിസ് എന്ന് വിളിക്കുക. ആ പെരിസ്റ്റാൾസിസ് ഇവിടെ എന്താവുന്നു? മന്ദീഭവിക്കുന്നു. പെരിസ്റ്റാൾസിസ് മന്ദീഭവിക്കുകയാണ് ചെയ്യുന്നത്. ഇതൊക്കെ ഉണ്ടാക്കുന്നത് ആരാ? സിമ്പത്തറ്റിക് സിസ്റ്റം ആണ്. അതോടൊപ്പം തന്നെ മനസ്സിലാക്കി വെച്ചോ, മൂത്രസഞ്ചി പൂർവ്വസ്ഥിതി പ്രാപിക്കുന്നു അഥവാ വികസിക്കുന്നു എന്ന് മനസ്സിലാക്കി വെക്കുക. സോ ഇത്രയും മാറ്റത്തെ നിയന്ത്രിക്കുന്നത് ആരാണ്? സിമ്പത്തറ്റിക് ആണ്. അതായത് അടിയന്തര ഘട്ടത്തിൽ അല്ലെങ്കിൽ സിമ്പത്തറ്റിക് വ്യവസ്ഥ ആക്റ്റീവ് ആകുമ്പോൾ ഉണ്ടാവുന്ന ശാരീരിക മാറ്റങ്ങൾ എന്താണെന്ന് ചോദിച്ചാൽ റാങ്ക് മേക്കിംഗ് ക്വസ്റ്റ്യൻ ആണ് മക്കളെ. അടിവരയിട്ട് വെച്ച് പഠിച്ചോ. ഇത്രയും മാറ്റങ്ങൾ മനസ്സിലാക്കി വെക്കുക. പക്ഷേ ഉള്ള മാറ്റങ്ങൾ പൊതുവെ നമുക്കറിയാം. ഹാർട്ട് ബീറ്റ് കൂടും, എല്ലാവർക്കും നന്നായിട്ട് അറിയാവുന്നതാണ്. ശ്വാസോച്ഛ്വാസം വികസിക്കും, ശ്വാസനാളം വികസിക്കും, ഇതൊക്കെ ശരിയാണ്. പക്ഷെ അടിവരയിട്ട് വെച്ച് പഠിക്കേണ്ട ഡാറ്റ എന്താണ്? ഉമിനീരുൽപാദനം കുറയുന്നു. അടിയന്തര ഘട്ടത്തിൽ ഇങ്ങനെയുള്ള മാറ്റങ്ങളൊക്കെ ഉണ്ടാവുമ്പോൾ ഉണ്ടാവുന്ന പ്രധാനപ്പെട്ട മാറ്റം ഉമിനീരിന്റെ ഉൽപാദനം. എടാ ടെൻഷൻ കാരണം വായിൽ എന്തുണ്ടാവില്ല?
ഉമിനീരുണ്ടാവില്ല. ഉണ്ടാവോ? പേടി കാരണം ഉമിനീരുണ്ടാവില്ല. ഉമിനീരിന്റെ ഉൽപാദനം കുറയുന്നു എന്ന് മനസ്സിലാക്കി വെച്ചോ. 2, എന്ത് ചെയ്യുന്നു? കരളിലെ ഗ്ലൈക്കോജൻ എന്തായിട്ട് മാറും? ഗ്ലൂക്കോസ് ആയിട്ട് മാറും. കാരണം നമുക്ക് ഓടണമെങ്കിൽ എന്ത് വേണം? ഊർജം വേണം. സോ ഊർജം ഈസ് സിന്തസൈസ്ഡ് ഫ്രം ഗ്ലൂക്കോസ്. ഗ്ലൂക്കോസ് നിന്നാണ് ഊർജം നിർമ്മിക്കുന്നത് അല്ലേ? എന്നാൽ അതോടൊപ്പം തന്നെ കുടലിലെ പെരിസ്റ്റാൾസിസ് എന്ന ഭക്ഷണത്തിന്റെ സഞ്ചാരം എന്താവുന്നു? സ്ലോ ആവുന്നു. അതോടൊപ്പം തന്നെ മൂത്രാശയം പൂർവ്വസ്ഥിതി പ്രാപിക്കുന്നു അഥവാ വികസിക്കുന്നു എന്ന് മനസ്സിലാക്കി വെക്കുക. ഇത്രയും മാറ്റങ്ങളെ നിയന്ത്രിച്ചാരാ? നമ്മുടെ സിംപത്തറ്റിക് ആണ്. എന്നാൽ ഇതിന് നേരെ വിപരീതമായ മാറ്റമാണ് എന്തിനുണ്ടാവുന്നത്? പാരാസിംപത്തറ്റിക്കിൽ ഉണ്ടാവുന്നത്. നിങ്ങൾ ഈ ഡാറ്റ മനസ്സിലാക്കി വെക്കോ, മറക്കരുതേ. അടുത്ത ഡാറ്റയിലേക്ക് പോകാം. അതായത് 1ാമത്തെ ചാപ്റ്ററിൽ നിന്ന് ഇനി ചോദിക്കാവുന്ന അടുത്ത ചോദ്യം എന്താണ്? നമുക്കറിയാം, നമ്മുടെ മുന്നിൽ കാണിച്ചു തന്നിരിക്കുന്ന ഒരു സുഷുമ്നയാണ്. ഈ സുഷുമ്നയുമായി ബന്ധപ്പെട്ട ഡാറ്റയാണ് ഇനി PS നിങ്ങളോട് ചോദിക്കാൻ പോകുന്നത്. സോ ഈ ഡാറ്റകൾ തന്നെ നമ്മളോട് PS ചോദിച്ചിരിക്കും. ഞാൻ വീണ്ടും ആവർത്തിച്ച് പറയാണ്, കൃത്യമായിട്ട് പഠിച്ചു പോയിക്കൊള്ളണം മക്കളെ. 1 മാർക്ക് പോലും ഇതിൻ്റെ അകത്ത് നമുക്ക് മിസ് ചെയ്തുകൂടാ. അത്രയ്ക്ക് വ്യക്തമായിട്ട് പഠിച്ചു വെച്ചോ. സോ എന്താണ് ഈ ഡാറ്റ അല്ലെങ്കിൽ ഈ ചിത്രം എന്തുമായി ബന്ധപ്പെട്ടതാണ്? സുഷുമ്നയുമായി ബന്ധപ്പെട്ടതാണ്. നമുക്കറിയാം ആവേഗങ്ങളെ, ഇതൊരു ചൂട് എന്ന ഉദ്ദീപനമാണെങ്കിൽ അല്ലെങ്കിൽ മെഴുകുതിരിയാണ്. ഈ മെഴുകുതിരി ഞാൻ അറിയാണ്ട് ടച്ച് ചെയ്യുന്നു. ഈ ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ ചൂട് എന്ന ഉദ്ദീപനത്തെ ആര് സ്വീകരിക്കും? ഗ്രാഹി സ്വീകരിക്കും. ഗ്രാഹിയിൽ നിന്നും ആ ഉദ്ദീപനം ഏത് വഴി കടന്നു പോകുന്നു? സംവേദനാടി വഴി കടന്നു പോകും അല്ലേ? സംവേദനാടി വഴി ആവേഗം അഥവാ മെസ്സേജ്, കൃത്യമായിട്ട് ബയോളജിക്കലി പറയുകയാണെങ്കിൽ ആവേഗം എങ്ങോട്ടേക്ക് പോകുന്നു? സുഷുമ്നയിലേക്ക് പോകുന്നു. ആവേഗങ്ങളെ സുഷുമ്നയിലേക്ക് കൊണ്ടുപോകുന്ന നാഡിയാണ് ഏത്? സംവേദനാടി. സോ ദിസ് ഈസ് നോൺ ആസ് സംവേദനാടി. ഈ സംവേദനാടി സുഷുമ്നയിലേക്ക് പ്രവേശിക്കുന്നത് ഏത് വശത്തുകൂടെയാണ്? മുതുകുവശത്തുകൂടെയാണ്. സോ മുതുകുവശത്തുകൂടെ. ഈ മുതുകുവശത്തെ അല്ലെങ്കിൽ നമുക്ക് പറയാം എന്ത് വഴി? ഡോർസൽ റൂട്ട് വഴിയാണ്. മനസ്സിലാക്കി വെച്ചോളെ. സംവേദനാടികൾ സുഷുമ്നയിലേക്ക് പ്രവേശിക്കുന്നത് മുതുകുവശം അഥവാ ഡോർസൽ റൂട്ടിലൂടെയാണെങ്കിൽ ആ സുഷുമ്നയിലും ഒരു മെസ്സേജ് ഉണ്ടാവുന്നു. എന്താണ് മെസ്സേജ്? കൈ പിൻവലിക്കട കുട്ട എന്ന മെസ്സേജ് ഉണ്ടാവില്ലേ? ആ മെസ്സേജ് എന്ത് ചെയ്യുന്നുണ്ട്? പ്രേരക നാഡി വഴി നമ്മുടെ കൈകളിലേക്ക് എത്തിച്ചേരില്ലേ? അങ്ങനെയാണെങ്കിൽ PS ചോദിക്കും, പ്രേരക നാഡി സുഷുമ്നയുമായിട്ട് ബന്ധിച്ചിരിക്കുന്ന ഏത് വഴിയാണ് അല്ലെങ്കിൽ ഏത് ഭാഗത്തുകൂടെയാണ്? ആ ഭാഗത്തിന്റെ പേരാണെന്ത്? വെൻട്രൽ റൂട്ട്. അപ്പൊ സംവേദനാഡി സുഷുമ്നയിലേക്ക് പ്രവേശിക്കുന്നത് ഡോർസൽ റൂട്ട് അഥവാ മുതുകുവശം വഴിയാണെങ്കിൽ പ്രേരകനാഡി സുഷുമ്നയിലും പുറത്തേക്ക് വരുന്നത് വെൻട്രൽ റൂട്ട് അഥവാ അകവശത്ത് കൂടെയാണ്. ഇനി ഒരു കാര്യം കൂടി മനസ്സിലാക്കി വെച്ചോ. ഈ സംവേദനാഡിയെ പ്രേരകനാഡിയുമായിട്ട് ബന്ധിപ്പിക്കാൻ ചില പ്രത്യേക ന്യൂറോണുകൾ കാണുന്നു. ആ ന്യൂറോണുകളെ നമ്മൾ വിളിക്കുന്ന പേരാണെന്ത്? സംവേദനാഡിയെ പ്രേരകനാഡിയുമായിട്ട് ബന്ധിപ്പിക്കുന്ന തലച്ചോറിലും സുഷുമ്നയിലൊക്കെ കാണപ്പെടുന്ന ചില സവിശേഷ ന്യൂറോണുകളാണ് ഇത്. അടിവരയിട്ട് വെച്ച് പഠിച്ചോ. ഇന്റർ ന്യൂറോൺ എന്ന് വിളിക്കുന്നു, ഇന്റർ ന്യൂറോൺ എന്നും വിളിക്കും. സോ ഇത്രയും ഡാറ്റ പഠിച്ച മക്കളെ ക്ലിയർ ആണോ? ഇത്രയും വ്യക്തമായിട്ട് പഠിച്ചു വെച്ചോ. അത് മാത്രമല്ല, ഒരു കാര്യം കൂടി ഇവിടെ നിങ്ങളോട് ഷെയർ ചെയ്യാൻ ഞാൻ ആഗ്രഹിക്കുന്നു. നമുക്കറിയാം ആക്സോണിനെ പൊതിഞ്ഞു കാണുന്ന ഉറയാണ് ഇത്? മയലിൻ ഷീറ്റ് അല്ലെ? ആ മയലിൻ ഷീറ്റ് നിർമ്മിച്ചിരിക്കുന്നത്, പഠിച്ചോളെ, മയലിൻ ഷീറ്റ് നിർമ്മിച്ചിരിക്കുന്നത് പ്രധാനമായും 2 തരം കോശങ്ങളെ കൊണ്ടാ. അതിലൊരു കോശം ഏതാണ്? ഒരു കോശം ഷ്വാൻ കോശമാണ്. നിങ്ങൾക്കറിയാം, നിങ്ങൾ പഠിച്ചതാണത്. തിയോഡർ ഷ്വാൻ ഒക്കെ കണ്ടെത്തിയ ആ ഷ്വാൻ കോശം. അതായത് തലച്ചോറിലും സുഷുമ്നയിലും അല്ലാത്ത വേറെ എവിടെയുള്ള ന്യൂറോണിന്റെയും, അതായത് അതിന് നമ്മൾ പെരിഫറൽ ഭാഗം എന്ന് വിളിക്കും. അതായത് പെരിഫറൽ ഭാഗങ്ങളിൽ കാണുന്ന, തലച്ചോറിലും സുഷുമ്നയിലും അല്ലേ? തലച്ചോറിലുമല്ല സുഷുമ്നയിലും അല്ല, തലച്ചോറിലും സുഷുമ്നയിലും ഒഴികെ, അതായത് പെരിഫറൽ ഭാഗങ്ങളിൽ കാണുന്ന മയലിൻ ഷീറ്റ് നിർമ്മിച്ചിരിക്കുന്നത് എന്തിനെ കൊണ്ടാ? ഷ്വാൻ കോശങ്ങളെ കൊണ്ടാണെങ്കിൽ മറ്റു ഭാഗങ്ങളിൽ, അതായത് എവിടെ? നമ്മുടെ തലച്ചോറിലും സുഷുമ്നയിലും, പഠിച്ചോളെ, തലച്ചോറിലും സുഷുമ്നയിലും കാണപ്പെടുന്ന ന്യൂറോണിനെ നിങ്ങൾക്ക് അറിയാം അല്ലേ? നമ്മൾ ഇതൊക്കെ ഡിസ്കസ് ചെയ്താണ്. ന്യൂറോണുകളുടെ മയലിൻ ഷീറ്റ് നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത് എന്തിനെ കൊണ്ടാണ്? ഷ്വാൻ കോശങ്ങളെ കൊണ്ടാണോ? അല്ല, പിന്നെ എന്തിനെ കൊണ്ട്? ഒളിഗോഡെൻഡ്രോസൈറ്റുകളെ കൊണ്ട്. അടിവരയിട്ട് വെച്ച് പഠിച്ചോ. ഏത് കോശങ്ങളെ കൊണ്ടാ? ഒളിഗോഡെൻഡ്രോസൈറ്റുകളെ കൊണ്ട്. എന്നാൽ ബാക്കിയുള്ള ഭാഗമാണെങ്കിൽ അവിടെയൊക്കെ
ഷ്വാൻ കോശങ്ങളെ കൊണ്ടും. ഈ ഒളിഗോഡെൻഡ്രോസൈറ്റുകളുടെ പ്രത്യേകത, അവ എങ്ങനെ കാണപ്പെടുന്നു? അവ ശാഖകളായി കാണപ്പെടുന്നു. ശാഖകളായി കാണപ്പെടുന്ന കോശങ്ങളാണ് ഇത് ഒളിഗോഡെൻഡ്രോസൈറ്റുകൾ. മറക്കരുതേ, ശാഖകളായി കാണപ്പെടുന്ന, അതായത് ഒരു ആക്സോണിനെ മാത്രമല്ല ഒന്നിൽ കൂടുതൽ ആക്സോണിനെ ഒരേ സമയം തന്നെ പൊതിഞ്ഞ് സംരക്ഷിക്കാൻ ആർക്ക് കഴിവുണ്ട്? ഒളിഗോഡെൻഡ്രോസൈറ്റുകളെ കൊണ്ട് നിർമ്മിച്ചിരിക്കുന്ന മൈലിൻ ഷീറ്റിന് കഴിവുണ്ട് എന്ന് മനസ്സിലാക്കി വെക്കുക. ക്ലിയർ ആണല്ലോ? കൃത്യമായിട്ട് പഠിച്ചോളെ, ഒരു സംശയം ഇതിൻ്റെ അകത്ത് ഉണ്ടാവരുത്. ഈ കാര്യങ്ങളൊക്കെ വ്യക്തമായിട്ട് പഠിച്ചിരിക്കണം. ഇത് PS ചോദിച്ചിരിക്കും. സോ മക്കളെ തെറ്റിക്കരുത്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമ്മൾ ഒന്നാമത്തെ ചാപ്റ്ററിൽ നിന്നും ഡിസ്കസ് ചെയ്ത ഡാറ്റകളാണ് ഇത്രയും നേരം നമ്മൾ കേട്ടത്. ഇനി നമുക്ക് എന്ത് ചെയ്യാം? ബയോളജിയുടെ 10ാം ക്ലാസ്സിലെ ബയോളജിയുടെ ഒന്നാമത്തെ ചാപ്റ്റർ നമ്മൾ പഠിച്ചു കഴിഞ്ഞ് ഇത്രയും ഡാറ്റ വ്യക്തമായിട്ട് പഠിക്കുക. ഇനി അതിൻ്റെ അകത്തൊന്നും ബാക്കി വെക്കരുത്. ഓക്കെ, എനിവേ രണ്ടാമത്തെ ചാപ്റ്ററിലേക്ക് അങ്കിൾ കടന്നോട്ടെ. സോ നമുക്ക് എന്ത് ചെയ്യാം? രണ്ടാമത്തെ ചാപ്റ്ററിലേക്ക് പോകാം. രണ്ടാമത്തെ ചാപ്റ്ററിന്റെ പേരാണെന്ത്? അറിവിന്റെ വാതായനങ്ങൾ. സോ അറിവിന്റെ വാതായനങ്ങൾ മീൻസ് ഇന്ദ്രിയങ്ങളെ കുറിച്ചാണ് ഈ ചാപ്റ്ററിൽ പ്രതിപാദിക്കുന്നത്. നമുക്ക് ആവശ്യമുള്ള ഡാറ്റ മാത്രമേ നമ്മൾ പഠിക്കുന്നുള്ളൂ. നമുക്കറിയാം നമ്മുടെ കണ്ണ് എന്ന് പറയുന്ന ഇന്ദ്രിയം അത്രയ്ക്ക് ഇമ്പോർട്ടൻ്റാ. കണ്ണിന്റെ കോർണിയെ നിങ്ങൾക്കറിയാം. ദൃഢപടലത്തിന്റെ പുറത്തേക്ക് തള്ളി നിൽക്കുന്ന മുൻഭാഗത്തെ നമ്മൾ വിളിച്ച പേരായിരുന്നു എന്ത്? കോർണിയ. മുൻഭാഗം കോർണിയാണ്. എന്നാൽ രണ്ടാമത്തെ പാളിയായിരുന്നു ഇത്? രക്തപടലം. നീല നിറത്തിൽ കാണുന്ന രക്തപടലം. ഇതാ നീല നിറത്തിൽ കാണുന്ന രക്തപടലം അല്ലേ? നീല നിറത്തിൽ കാണുന്ന രക്തപടലത്തിന്റെ മുൻഭാഗം ഒരു ഇരുണ്ട മറ പോലെയുണ്ട്. ഈ ഇരുണ്ട മറയെ നമ്മൾ വിളിച്ച പേരാണെന്ത്? ഐറിസ് എന്ന് വിളിച്ചു അല്ലേ മക്കളെ? എന്നാൽ ഐറിസിന് മധ്യഭാഗത്തുള്ള സുഷിരമാണെന്ത്? കൃഷ്ണമണി അഥവാ പ്യൂപ്പിൾ എന്നും വിളിച്ചു അല്ലേ? അതോടൊപ്പം തന്നെ മനസ്സിലാക്കി വെച്ചോ, കണ്ണിന്റെ പ്യൂപ്പിളിന്റെ തൊട്ടു പിന്നിലായിട്ട് എന്ത് കാണപ്പെടുന്നു? നമ്മുടെ കണ്ണിൽ ബൈകോൺവെക്സ് ലെൻസ് കാണപ്പെടുന്നു. ഈ ബൈകോൺവെക്സ് ലെൻസിനെ അതിന്റെ സ്ഥാനത്തുറപ്പിച്ച് നിർത്തിയിരിക്കുന്ന നാരുകളായിരുന്നു ആര്? സ്നായുക്കൾ. സ്നായുക്കളോട് ചേർന്നിട്ട് ആരും കാണപ്പെടുന്നുണ്ട്? എടാ പേശി തന്തുക്കളായ സീലിയറി പേശികളും ഇവിടെ കാണാം അല്ലേ? ഇതൊക്കെ നമുക്കറിയുന്ന കാര്യമാണ്. അത് മാത്രമല്ല കണ്ണിന്റെ ഏറ്റവും ഉള്ളിലുള്ള പാളിയാണ് ഇത്? ദൃഷ്ടിപടലം അഥവാ റെറ്റിന. ഇതാണ് റെറ്റിന. ഇത് രക്തപടലം. ദെൻ ബാഹ്യപാളി ദൃഢപടലം. ഇതൊക്കെ നമുക്കറിയാം. സോ മനസ്സിലാക്കി വെക്കേണ്ട, PS നമ്മളോട് ചോദിക്കുന്ന ചോദ്യം ഇതായിരിക്കും മക്കളെ. അതായത് ചോദ്യം ഇതാണ്: ഐറിസിലെ വലയപേശിയുടെ റേഡിയൽ പേശിയുടെയും പ്രവർത്തനത്തെ കുറിച്ചാണ് ചോദിക്കുക. അതായത് നമുക്കറിയാം, നമ്മുടെ കണ്ണിലേക്ക് ഒരാൾ ടോർച്ചടിച്ചാൽ നമ്മൾ എന്താ ചെയ്യുക? കണ്ണിലേക്ക് ടോർച്ചടിച്ചാൽ നമ്മൾ എന്ത് ചെയ്യുന്നു? നമ്മളെ കണ്ണ് ചിമ്മുന്നു. അതായത് ഇവിടെ എന്ത് സംഭവിക്കുന്നു? പ്യൂപ്പിള് സങ്കോചിക്കുന്നു. ഒരു തീവ്ര വെളിച്ചം വരുമ്പോൾ പ്യൂപ്പിള് സങ്കോചിക്കില്ലേ? എന്തുകൊണ്ട് സങ്കോചിക്കുന്നു? അതായത് PS-യുടെ ചോദ്യം ഇങ്ങനെയായിരിക്കും: കണ്ണിലേക്ക് കടക്കുന്ന പ്രകാശത്തിന്റെ തീവ്രത ക്രമീകരിക്കുന്നത് ആരാണ്? തീവ്രത ക്രമീകരിക്കുന്നത് ഐറിസിലെ പേശികളാണ്, അല്ലെങ്കിൽ വ്യക്തമായിട്ട് പറയുകയാണെങ്കിൽ പ്യൂപ്പിളാണ്. അപ്പൊ PS-യുടെ ചോദ്യം ഇങ്ങനെയായിരിക്കും, മനസ്സിലാക്കി വെച്ചോ. കണ്ണിലേക്ക് കടക്കുന്ന പ്രകാശത്തിന്റെ തീവ്രത ക്രമീകരിക്കുന്നത് ആരാണ്? പ്യൂപ്പിളാണ്. എങ്ങനെയാണ് പ്യൂപ്പിൾ ആ തീവ്രത ക്രമീകരിക്കുന്നത്? പ്യൂപ്പിൾ അതിന്റെ സൈസിനെ എന്താക്കുന്നു? ഒന്നുകിൽ ചെറുതാക്കുന്നു അല്ലെങ്കിൽ വലുതാക്കുന്നു. പ്യൂപ്പിൾ അതിന്റെ സൈസിൽ വ്യതിയാനം വരുത്തിക്കൊണ്ട് കണ്ണിലേക്ക് കടക്കുന്ന പ്രകാശത്തിന്റെ തീവ്രത എന്ത് ചെയ്യുന്നു? ക്രമീകരിക്കുന്നു. പ്യൂപ്പിൾ നിങ്ങൾ കണ്ടതാണ്. എവിടെയാണ് പ്യൂപ്പിൾ കാണുന്നത്? സോ കണ്ടോളെ മക്കളെ, ഈ കാണുന്ന ഇത് രണ്ടും ഐറിസ് ആണെങ്കിൽ ഐറിസിന് നേരെ മധ്യഭാഗത്തുള്ള സുഷിരമാണ് ഇത് പ്യൂപ്പിൾ. ഈ പ്യൂപ്പിൾ അതിന്റെ ചെറുപ്പത്തെ അല്ലെങ്കിൽ പ്യൂപ്പിൾ അതിന്റെ സൈസ് ക്രമീകരിച്ചുകൊണ്ടാണ് കണ്ണിലേക്ക് കടക്കുന്ന പ്രകാശത്തിന്റെ തീവ്രത അഡ്ജസ്റ്റ് ചെയ്യുന്നത്. മനസ്സിലാക്കി വെച്ചോ, കണ്ണിലേക്ക് കടക്കുന്ന പ്രകാശത്തിന്റെ തീവ്രത ക്രമീകരിക്കുന്നവരാണ് പ്യൂപ്പിളാണ്. ഐറിസിന് നേരെ മധ്യഭാഗത്ത് കാണുന്നു. ഈ പ്യൂപ്പിളിന്റെ വലുപ്പത്തെ നിയന്ത്രിക്കുന്നത് ആരാണെന്ന് ചോദിച്ചാൽ ആ ഭാഗമാണ് ഇതൊക്കെ. ഇതാണ് പ്യൂപ്പിള്. ഈ പ്യൂപ്പിളിന് ചുറ്റിലും എന്തുണ്ട്? 2 തരം പേശിയുണ്ട്. ഒന്നാമതായി കാണുന്നു വലയ രൂപത്തിലുള്ള പേശി. വലയ രൂപത്തിലുള്ള ഈ പേശിയെ വിളിക്കുന്ന പേരാണെന്ത്? വലയപേശി എന്ന് വിളിക്കും. സോ ദിസ് ഈസ് നോൺ ആസ് വലയപേശി അഥവാ സർക്കുലാർ മസിൽ എന്ന് വിളിക്കും. എന്നാൽ രണ്ടാമത്തെ പേശിയാണ് ഏത് പേശി? മറക്കരുത് മക്കളെ, രണ്ടാമത്തെ പേശി ഇങ്ങനെ റേഡിയസ് പോലെയാണ് കാണുന്നത്. ഈ പേശിയെ വിളിക്കുന്ന പേരാണെന്ത്? റേഡിയൽ പേശി എന്ന് വിളിക്കും. അപ്പം വലയപേശിയും റേഡിയൽ പേശിയും ചേർന്നിട്ടാണ് പ്യൂപ്പിളിന്റെ വലുപ്പത്തെ നിയന്ത്രിക്കുന്നത്. മനസ്സിലാക്കി വെച്ചോ, കണ്ണിലേക്ക് കടക്കുന്ന പ്രകാശത്തിന്റെ തീവ്രത ക്രമീകരിക്കുന്നത് പ്യൂപ്പിളാണ്. എങ്ങനെ ക്രമീകരിക്കുന്നു? അതിന് സഹായിക്കുന്നത് വലയപേശിയും റേഡിയൽ പേശിയുമാണ്. അവ രണ്ടും കാണപ്പെടുന്നത് ഐറിസിലാണെന്ന് മനസ്സിലാക്കി വെച്ചോ. അപ്പൊ ഐറിസിൽ കാണപ്പെടുന്ന വലയപേശിയുടെയും റേഡിയൽ പേശിയുടെയും സഹായത്താലാണ് പ്യൂപ്പിൾ ചുരുങ്ങുകയും വികസിക്കുകയും ചെയ്യുന്നത്.
സോ നിങ്ങൾക്കറിയാം എപ്പോഴാണ് പീപ്പിൾ വികസിക്കുക എന്ന് ചോദിച്ചാൽ ഓർത്ത് വെച്ച മക്കളെ, തീവ്ര വെളിച്ചം വന്നു, നമ്മുടെ കണ്ണിലേക്ക് ഒരു തീവ്ര വെളിച്ചം വന്നു, കണ്ണിലേക്ക് ഒരാൾ ടോർച്ച് അടിച്ചു, നമ്മൾ എന്ത് ചെയ്യും? കണ്ണ് ചിമ്മില്ലേ, അഥവാ കണ്ണ് ചുരുങ്ങില്ലേ, ചെറുതായിട്ട് പീപ്പിൾ ഒന്ന് ചുരുങ്ങില്ലേ? നമ്മുടെ കണ്ണിലേക്ക് നമ്മൾ സൂര്യനൊക്കെ ഇങ്ങനെ നോക്കുമോ? ഇല്ല. നമ്മൾ സ്വാഭാവികമായിട്ട് എന്താ ചെയ്യുക? കണ്ണിലേക്ക് പ്രകാശം വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു? നോർമലി പ്യൂപ്പിൾ ചുരുങ്ങുന്നു. പ്യൂപ്പിൾ ചുരുങ്ങാനുള്ള കാരണം തീവ്ര വെളിച്ചത്തിൽ, കേട്ടോ, തീവ്ര വെളിച്ചത്തിൽ എന്ത് സംഭവിക്കുന്നു? പ്യൂപ്പിളിന് ചുറ്റിലും ആദ്യം കാണുന്ന വലയപേശി എന്താകും? അങ്ങ് ചുരുങ്ങുന്നു. തീവ്ര വെളിച്ചത്തിൽ വലയപേശി ചുരുങ്ങുന്നത് കൊണ്ട് പ്യൂപ്പിൾ എന്താവുന്നു? ചെറുതാവുന്നു. മനസ്സിലാക്കി വെച്ചോളെ, തീവ്ര വെളിച്ചത്തിൽ വലയപേശി എന്താവുന്നു? വലയപേശി ചുരുങ്ങുന്നു. തൽഫലമായിട്ട് പ്യൂപ്പിൾ എന്താകുന്നു? ചെറുതായി പോകുന്നു. എന്നാൽ മങ്ങിയ വെളിച്ചത്തിൽ എന്ത് സംഭവിക്കും? മങ്ങിയ വെളിച്ചത്തിൽ ഈ റേഡിയൽ പേശി, വലയപേശി അല്ലേ, റേഡിയൽ പേശി എന്താകുന്നു? ചുരുങ്ങി. റേഡിയൽ പേശി ചുരുങ്ങുമ്പോൾ വലയപേശി എന്താവുന്നു? വികസിക്കുന്നു. മറക്കരുതേ മക്കൾ, ഒന്നുകൂടെ ഞാൻ ആവർത്തിക്കാം, മനസ്സിലാക്കി വെച്ചോ. തീവ്ര വെളിച്ചം വരുമ്പോൾ ഈ റെഡ് രൂപത്തിൽ കാണുന്ന വലയപേശി എന്താവുന്നു? ചുരുങ്ങുന്നു. ആ വലയപേശി ചുരുങ്ങുന്നത് മൂലം പീപ്പിൾ എന്തായി പോവും? ചെറുതായി പോവും. കിട്ടിയല്ലോ. എന്നാൽ മങ്ങിയ വെളിച്ചത്തിൽ ഈ കാണുന്ന റേഡിയൽ പേശി, അഥവാ പുറമേയുള്ള റേഡിയൽ പേശി, റേഡിയസ് പോലെ കാണുന്ന റേഡിയൽ പേശി ചുരുങ്ങുകയും വലയപേശി വികസിക്കുകയും ചെയ്യുന്നു. ചുരുങ്ങുകയും വലയപേശി വികസിക്കുകയും ചെയ്യുന്നു. തൽഫലമായിട്ട് എന്താവുന്നു? പ്യൂപ്പിൾ വികസിക്കുന്നു. അതായത് കോഡ് മനസ്സിലാക്കി വെച്ചോ. തീ വെച്ച് മരിച്ചു എന്നോ മറച്ചു എന്നോ എന്തെങ്കിലും പഠിച്ചു വെക്കുക. തീ വെച്ച് മരിച്ചു എന്ന് ഓർത്ത് വെച്ചോ. തീവ്ര വെളിച്ചത്തിൽ വലയപേശി ചുരുങ്ങുന്നു, മങ്ങിയ വെളിച്ചത്തിൽ റേഡിയൽ പേശി ചുരുങ്ങുകയും വലയപേശി വികസിക്കുകയും ചെയ്യും. അതായത് റേഡിയൽ പേശിയും വലയപേശിയും പരസ്പരം വിപരീത ദിശയിൽ പ്രവർത്തിക്കുന്ന പേശികളാണ്. അങ്ങനെയാണെങ്കിൽ PSCക്ക് ഇങ്ങനെ വേണമെങ്കിൽ ചോദിക്കാം, വലയപേശിയും റേഡിയൽ പേശിയും പരസ്പരം വിപരീത ദിശയിൽ പ്രവർത്തിക്കുന്നതാണെങ്കിൽ അത്തരം പേശികളെ നമ്മൾ എന്ത് വിളിക്കും? അവയെ വിളിക്കുന്ന പേരാണെന്ത്? പ്രതിദ്വന്ദ്വി പേശി എന്ന് വിളിക്കും. എന്താ വിളിക്കുക? പ്രതിദ്വന്ദ്വി പേശി. അപ്പൊ പ്രതിദ്വന്ദ്വി പേശികൾക്ക് എക്സാമ്പിൾ ആണ് ഇത് വലയപേശിയും റേഡിയൽ പേശിയും. ക്ലിയർ ആണല്ലോ? മറക്കരുത്, ഇതൊക്കെ വെരി 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 ഇമ്പോർട്ടന്റ് ഫാക്ട്സ് ആണ്. സോ മറക്കില്ല എന്ന് കരുതുന്നു. എനിവേ, തീവ്ര വെളിച്ചത്തിൽ വലയപേശി ചുരുങ്ങുന്നു, തൽഫലമായിട്ട് പീപ്പിൾ എന്തായി പോന്നു? ചെറുതായി പോന്നു. എന്നാൽ മങ്ങിയ വെളിച്ചത്തിൽ റേഡിയൽ പേശി ചുരുങ്ങുകയും വലയപേശി വികസിക്കുകയും ചെയ്യുന്നത് മൂലം പീപ്പിൾ എന്താകുന്നു? വലുതാവുന്നു. അതിന്റെ കോഡാണ് തീ വെച്ച് മരിച്ചു എന്നുള്ളത്. എനിവേ, നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. സോ അടുത്ത ചോദ്യം, അതായത് നമ്മുടെ രണ്ടാമത്തെ ചാപ്റ്ററിലെ അടുത്ത ചോദ്യം ചോദിക്കാൻ സാധ്യതയുള്ള അടുത്ത വളരെ ഇമ്പോർട്ടന്റ് ആയ ചോദ്യം, അടുത്തുള്ള വസ്തുവിനെയും അകലെയുള്ള വസ്തുവിനെയും നോക്കുമ്പോൾ കണ്ണിലുണ്ടാവുന്ന മാറ്റങ്ങളാണ്. ഈ മാറ്റങ്ങൾ വ്യക്തമായിട്ട് മനസ്സിലാക്കി വെക്കണേ മക്കളെ. ഒന്നാമത്തെ മാറ്റം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഫോക്കൽ ദൂരം. അടുത്തുള്ള വസ്തുവിനെ മാത്രം പഠിച്ചാൽ മതി, വേറെ ഒന്നും പഠിക്കണ്ട. അടുത്തുള്ള വസ്തുവിനെ നോക്കുമ്പോൾ എന്തൊക്കെ മാറ്റങ്ങൾ ഉണ്ടാവുന്നു? ഒന്നാമത്തെ മാറ്റം അടുത്തുള്ള വസ്തു എന്ന് പറയുമ്പോൾ നോർമലി ലെൻസിൽ നിന്നും വസ്തുവിലേക്കുള്ള ദൂരത്തെ നമ്മൾ എന്താ വിളിക്കുക? ഫോക്കൽ ദൂരം എന്നല്ലേ വിളിക്കുക. ഇവിടെ ഫോക്കൽ ദൂരം എന്താകും? ഫോക്കൽ ദൂരം കുറയുന്നു. ഫോക്കൽ ദൂരം എന്താകുന്നു? കുറയുന്നു. ഫോക്കൽ ദൂരം കുറയുമ്പോൾ ലെൻസിന്റെ വക്രത എന്താകും? ലെൻസിന്റെ വക്രത കൂടുന്നു. അടിവരട്ട് വെച്ച് പഠിച്ചോളെ. ലെൻസിന്റെ വക്രത എന്താവുന്നു? ലെൻസിന്റെ വക്രത കൂടുന്നു. ഫോക്കൽ ദൂരം എന്താവുന്നുണ്ട്? കുറയുന്നുണ്ട്. തൽഫലമായിട്ട് ലെൻസിന്റെ വക്രത എന്താവുന്നുണ്ട്? കൂടുന്നു. ഇത് രണ്ടും വിപരീത രീതിയിലാണ് നടക്കുന്നത്. എന്നാൽ അടുത്ത മാറ്റം, സീലിയറി പേശി എന്താവുന്നു? സീലിയറി പേശി സങ്കോചിക്കുന്നു. അതോടൊപ്പം തന്നെ സ്നായുക്കൾ അയയുന്നു. സോ സീലിയറി പേശി സങ്കോചിക്കുന്നു, സ്നായുക്കൾ അയയുന്നു. അത് മാത്രമല്ല ലെൻസിന്റെ വക്രത കൂടുന്നു, ഫോക്കൽ ദൂരം കുറയുന്നു. ഈ ഡാറ്റകളൊക്കെ പഠിച്ചു വെച്ചോ. ഇതിൽ ആദ്യം തന്നെ പഠിക്കേണ്ടത് ഫോക്കൽ ദൂരം കുറയുന്നു എന്ന് പഠിച്ചു വെച്ചാൽ ബാക്കിയൊന്നും നമ്മൾ തെറ്റിക്കില്ല. ഫോക്കൽ ദൂരം കുറയാണ് ചെയ്യുന്നത്. ഫോക്കൽ ദൂരം കുറയുന്നു. അടുത്തുള്ള വസ്തുവിനെ നോക്കുമ്പോൾ ലെൻസും വസ്തുവിനും തമ്മിലുള്ള ദൂരം അല്ലേ ഫോക്കൽ ദൂരം. ആ ഫോക്കൽ ദൂരം കുറയാണ്. എല്ലാവർക്കും നന്നായിട്ട് അറിയാം. ഫോക്കൽ ദൂരം കുറയുമ്പോൾ ലെൻസിന്റെ വക്രത എന്താവുന്നു? ലെൻസിന്റെ വക്രത കൂടുന്നു. കൂടിയല്ലോ. അതായത് ലെൻസ് ഏകദേശം ഓൾമോസ്റ്റ് വട്ടത്തെ തന്നെയായിരിക്കും. സോ ലെൻസിന്റെ വക്രത എന്താവുന്നു? കൂടുന്നു. എന്നാൽ അത് മാത്രമല്ല, മൂന്നാമത്തെ പോയിന്റ് ആണെന്ത്? സീലിയറി പേശി സങ്കോചിക്കുന്നു. അതിന്റെ കോഡ് NCC എന്ന് മനസ്സിലാക്കി വെക്കുക. നിയർ ഒബ്ജക്റ്റിനെ നോക്കുമ്പോൾ സീലിയറി പേശി എന്താവുന്നു? കോൺട്രാക്ട് ചെയ്യുന്നു, അഥവാ ചുരുങ്ങുന്നു. സോ ഇവിടെ സീലിയറി പേശി ചുരുങ്ങുകയും വലയപേശികൾ എന്താവുകയും ചെയ്യുന്നു? സീലിയറി പേശി ചുരുങ്ങുകയും സ്നായുക്കൾ എന്താവുകയും ചെയ്യുന്നു? സ്നായുക്കൾ അയയുകയും ചെയ്യുന്നു. ഓക്കെ, ഈ ഡാറ്റ മനസ്സിലാക്കി വെക്കണേ മക്കളെ. ഇനി നമുക്ക് ഈ ചാപ്റ്ററിൽ ചോദിക്കാവുന്ന അടുത്ത ചോദ്യം ഏതാണെന്ന് നോക്കാം.
അത് കണ്ണുമായി ബന്ധപ്പെട്ട രോഗമാണ്. ഈ അടുത്ത് 2 ആഴ്ച മുമ്പേ PS ചോദിച്ച ചോദ്യമാണിത്. സോ സിറോഫ്താൽമിയ. സോ ഇതേ ചോദ്യം നിങ്ങളോടും ആവർത്തിക്കും. വൈറ്റമിൻ എയുടെ തുടർച്ചയായ അഭാവം മൂലം ഉണ്ടാകുന്ന രോഗം ഏതാണെന്ന്. വൈറ്റമിൻ എയുടെ തുടർച്ചയായ അഭാവം മൂലം ഉണ്ടാകുന്ന രോഗമാണ് ഇത്, സിറോഫ്താൽമിയ. വൈറ്റമിൻ എയുടെ അഭാവം മൂലം എന്തുണ്ടാകും? നിശാന്തത ഉണ്ടാകും, അത് നിങ്ങൾക്കറിയാം. എന്നാൽ വൈറ്റമിൻ എയുടെ തുടർച്ചയായ അഭാവം മൂലം എന്ത് സംഭവിക്കുന്നു? നമ്മുടെ കോർണിയ വരണ്ടു പോകും, കണ്ണുനീരുണ്ടാവില്ല. കോർണിയ വരണ്ട് കണ്ണുനീരില്ലാണ്ടായി മാറും. ആ രോഗാവസ്ഥയെ വിളിക്കുന്നവരാണെന്ത്? സിറോഫ്താൽമിയ. മക്കളെ ഇത് കണ്ടോ? എന്താവുന്നു? കോർണിയ വരണ്ട് കണ്ണുനീരില്ലാതായി മാറുന്നു. അങ്ങനെ കോർണിയ വരണ്ട് കണ്ണുനീരില്ലാതായി മാറുന്ന ആ നേത്രവൈകല്യമാണ് ഇത്, സിറോഫ്താൽമിയ. ഇറ്റ് ഈസ് ഡ്യൂ ടു ഡെഫിഷ്യൻസി ഓഫ് വൈറ്റമിൻ എ. വൈറ്റമിൻ എയുടെ പ്രൊലോങ്ഡ് ഡെഫിഷ്യൻസി, തുടർച്ചയായ അഭാവം മൂലമുണ്ടാകുന്ന ഡിസോർഡർ ആണ് ഇത്, സിറോഫ്താൽമിയ എന്നറിയപ്പെടുന്നത്. മറക്കരുത്, വെരി ഇമ്പോർട്ടന്റ് ആയ ഡിസോർഡർ. എന്ന അടുത്ത രോഗാവസ്ഥ ഏതാണെന്ന് ചോദിച്ചാൽ അത് ഗ്ലോക്കോമയാണ്. ഗ്ലോക്കോമയെ പറ്റി ചോദിക്കും അല്ലെ. നിശബ്ദനായ കാഴ്ചബാഹരകൻ എന്നറിയപ്പെടുന്ന ഗ്ലോക്കോമയെ കുറിച്ച് PS സ്ഥിരമായിട്ട് ചോദിക്കുന്നു. നിങ്ങളോടും ഇതേ ചോദ്യം ആവർത്തിക്കും. എന്താണ് ഗ്ലോക്കോമയുടെ പ്രത്യേകത? അക്വസറ എന്നൊക്കെ പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവുമെന്ന് ഞാൻ കരുതുന്നു. നോർമലി നമ്മുടെ കണ്ണാണ് മക്കളെ, അല്ലേ ഇത്? ഈ കണ്ണിന്റെ ഇങ്ങനെയല്ല, ഈ കണ്ണിന്റെ ഇതാരായിരുന്നു? ഐറിസ്. ഇതും ഐറിസ് അല്ലേ? ഇതും ഐറിസ്. 2 ഐറിസിന്റെ ഇടയിൽ ആരുണ്ട്? പ്യൂപ്പിൾ ഉണ്ട്. ഇതിന്റെ പിന്നിലാണ് ആരുള്ളത്? ബൈകോൺവെക്സ് ലെൻസ് ഉള്ളത്. ഇനി മനസ്സിലാക്കി വെച്ചോ, ഈ കോർണിയ മുതൽ കോൺവെക്സ് ലെൻസ് വരെ നീണ്ടു കിടക്കുന്ന ഈ അറയെ വിളിച്ചവരാണെന്ത്? അക്വസ് അറ. കോർണിയ മുതൽ കോൺവെക്സ് ലെൻസ് വരെയുള്ള ആ അറയെ വിളിച്ച, കുഞ്ഞറയെ വിളിച്ചവരാണെന്ത്? അക്വസറ. ആ അക്വസറയിൽ അക്വസ്ത്രവം അടിഞ്ഞുകൂടി കഴിഞ്ഞാൽ, അക്വസ്ത്രം അടിഞ്ഞുകൂടി കഴിഞ്ഞാൽ അക്വസ്ത്രയിൽ മർദ്ദം കൂടുന്നു. മാത്രമല്ല റെറ്റിനയും നേത്രനാടിയും നശിച്ചു പോകുന്നു. അങ്ങനെ റെറ്റിനയും നേത്രനാടിയും നശിച്ചു പോകുന്ന രോഗാവസ്ഥ, കാഴ്ച പൂർണ്ണമായിട്ടും നഷ്ടപ്പെട്ടു പോകുന്ന രോഗാവസ്ഥയാണ് ഇത്, ഗ്ലോക്കോമ. ലേസർ ചികിത്സയിലൂടെ ഒക്കെ നമുക്ക് എന്ത് ചെയ്യാം? പരിഹരിച്ചെടുക്കാമെങ്കിലും ഗ്ലോക്കോമയുടെ പ്രത്യേകത നിശബ്ദനായ കാഴ്ചബാഹരകൻ എന്ന പേരിൽ അറിയപ്പെടുന്നു. നിശബ്ദനായ കാഴ്ചബാഹരകൻ എന്ന പേരിൽ അറിയപ്പെടുന്ന ഗ്ലോക്കോമയുടെ പ്രത്യേകത അക്വസറയിലെ അക്വസ്ദ്രവത്തിന്റെ പുനരാഗിരണം തടസ്സപ്പെടുന്നത് മൂലം ഉണ്ടാകുന്ന രോഗാവസ്ഥയാണ് ഏത്? ഗ്ലോക്കോമ. ക്ലിയർ ആണല്ലോ മക്കളെ? ഇനി നമുക്ക് പോകാം നമ്മുടെ അടുത്ത ഭാഗത്തേക്ക്. സോ അതേ ചാപ്റ്ററിൽ ചോദിക്കുന്ന മറ്റു ചോദ്യം ഇതായിരിക്കും. അത് നമ്മുടെ ചെവിയുമായി ബന്ധപ്പെട്ട ചോദ്യമാണ്. ചെവിയുമായി ബന്ധപ്പെട്ട ഏത് ചോദ്യം? നമുക്കറിയാം, നമ്മുടെ ആ മധ്യകർണത്തിന്റെ പ്രത്യേകത, മധ്യകർണത്തിൽ പ്രധാനമായിട്ട് 3 അസ്ഥികളായിരുന്നു ഉള്ളത് അല്ലെ. അതിൽ ഒന്നാമത്തെ അസ്ഥിയാണ് ഇത് മാലിയസ് എന്ന് പറയുന്ന ഒന്നാമത്തെ അസ്ഥി അല്ലെ മക്കളെ. ദിസ് ഈസ് കോൾഡ് മാലിയസ്. ഇത് മാലിയസ് ആണെങ്കിൽ രണ്ടാമതായിട്ട് നമുക്ക് എന്ത് കാണാം? ഇൻഗസ് കാണാം. എന്ന മൂന്നാമത്തെ അസ്ഥിയാണ് ഇത് സ്റ്റേപ്പിസ്. മാലിയസ്, ഇൻഗസ്, സ്റ്റേപ്പിസ്, ഇങ്ങനെ 3 അസ്ഥികളാണ് മധ്യകർണത്തിലുള്ളത്. ഇതിൽ സ്റ്റേപ്പിസിനോട് ചേർന്ന് കാണുന്ന അല്ലെങ്കിൽ ആന്തരകർണം, നമ്മുടെ ആന്തരകർണമാണ് മക്കളെ ഇത്. ആന്തരകർണം സ്ഥിതി ചെയ്യുന്നത് ഒരു അസ്ഥി അറയ്ക്കുള്ളിലാണ്. ഈ അസ്ഥി അറയെ വിളിച്ചവരാണെന്ത്? ബോണി ലാബ്രിന്ത്. എന്താ വിളിക്കുക? ബോണി ലാബ്രിന്ത്. ആന്തരകർണം സ്ഥിതി ചെയ്യുന്ന അസ്ഥി അറയാണ് ബോണി ലാബ്രിന്ത്. ഈ ബോണി ലാബ്രിന്തിൽ സ്റ്റേപ്പിസിനോട് ചേർന്ന് കാണുന്ന ഭാഗം എങ്ങനെയുണ്ട്? ഓവൽ ഷേപ്പിലുള്ള ഒരു സുഷിരമാണ്. ഓവൽ ഷേപ്പിലുള്ള ഈ സുഷിരത്തെ നമ്മൾ വിളിക്കുന്ന പേരാണെന്ത്? ഓവൽ വിൻഡോ എന്ന് വിളിക്കും. ആ ഓവൽ വിൻഡോയും തൊട്ട് താഴെ നമുക്ക് എന്ത് കാണാം? റൗണ്ട് ഷേപ്പിലുള്ള മറ്റൊരു സുഷിരം കാണാം. ആ സുഷിരത്തെ വിളിക്കുന്നവരാണെന്ത്? റൗണ്ട് വിൻഡോ. ദിസ് ഈസ് ഓവൽ വിൻഡോ, ഇതാണെന്ത്? റൗണ്ട് വിൻഡോ. മനസ്സിലാക്കി വെച്ചോ, ഇവിടെ PS ചോദിക്കുന്ന ചോദ്യം, മധ്യകർണത്തെ ആന്തരകർണവുമായിട്ട് വേർതിരിക്കുന്ന ഭാഗം ഏതാ? അത് ഓവൽ വിൻഡോയാണ്. മധ്യകർണത്തെ ആന്തരകർണവുമായിട്ട് വേർതിരിക്കുന്ന ഭാഗമാണ് ഇത് ഓവൽ വിൻഡോ. ഓവൽ വിൻഡോ വഴി കമ്പനം എവിടെ എത്തിച്ചേരുന്നുണ്ട്? ആന്തരകർണത്തിൽ എത്തിച്ചേരുന്നുണ്ട്. ആന്തരകർണത്തിൽ വ്യാപിച്ചിരിക്കുന്ന പെരിലിംഫ് എന്ന ദ്രാവകം എന്ത് ചെയ്യാൻ? വൈബ്രേറ്റ് ചെയ്യാൻ, കമ്പനം ചെയ്യാൻ കാരണമായത് എന്താണ്? ഓവൽ വിൻഡോ വഴിയുള്ള കമ്പനമാണ്. അപ്പൊ ഓവൽ വിൻഡോ വഴി കമ്പനം എവിടെ എത്തിച്ചേരുന്നു? ആന്തരകർണത്തിലെത്തുന്നു. അവിടെയുള്ള പെരിലിംഫ് എന്ന ദ്രാവകം എന്ത് ചെയ്യുന്നു? കമ്പനം ചെയ്യുന്നു. എന്നാൽ തൊട്ടു താഴെ ആരുണ്ട്? നമ്മുടെ റൗണ്ട് വിൻഡോ ഉണ്ട്. ആ റൗണ്ട് വിൻഡോ വഴി വരുന്ന കമ്പനമാണ് എന്തിനെ? നമ്മുടെ കോക്ലിയക്കകത്തുള്ള, കോക്ലിയാണെ മൊച്ചിന്റെ പുറന്തോടിന്റെ ആകൃതിയിൽ കാണപ്പെടുന്ന കോക്ലിയക്കകത്തുള്ള ദ്രാവകം കമ്പനം ചെയ്യാൻ കാരണം റൗണ്ട് വിൻഡോ വഴി വരുന്ന കമ്പനം എന്തിനെ കമ്പനം ചെയ്യിക്കുന്നു? കോക്ലിയയിലെ ദ്രാവകത്തെ കമ്പനം ചെയ്യിക്കുന്നു. എന്ന ഓവൽ വിൻഡോ വഴിയുള്ള കമ്പനം ആന്തരകർണത്തിലെ
പെരിലിവിനെ കമ്പനം ചെയ്യിക്കുന്നു. ഈ രണ്ട് ഡാറ്റയും പഠിച്ചു വെച്ചോ. ദ വെരി ഇമ്പോർട്ടന്റ് വൺ, ഓവൽ വിൻഡോ ആൻഡ് റൗണ്ട് വിൻഡോ. ഓവൽ വിൻഡോയുടെ പ്രത്യേകത മധ്യകർണത്തെ ആന്തരകർണവുമായിട്ട് വേർതിരിക്കുന്ന ഭാഗമാണ് ഇത് ഓവൽ വിൻഡോ. ഓക്കെ, എനിവേ നമുക്ക് അടുത്ത ഭാഗത്തേക്ക് പോകാം. അടുത്ത് നമുക്ക് പഠിക്കാനുള്ള ഇതേ ചാപ്റ്ററിലെ ഡാറ്റ ഏതാണെന്ന് വെച്ചാൽ മക്കളെ, രുചികളുടെ വൈവിധ്യം. അതായത് 10ാം ക്ലാസ്സിലെ നമ്മളിപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഇന്ദ്രിയങ്ങളെ കുറിച്ച് പ്രതിപാദിക്കുന്ന സെയിം ചാപ്റ്ററിലെ ഒരു വളരെ പ്രധാനപ്പെട്ട പോയിന്റ് ആണ് ഇത്, രുചികളുടെ വൈവിധ്യം എന്ന് പറഞ്ഞുകൊണ്ട് കൊടുത്തിരിക്കുന്നത്. ഈ ഡാറ്റ ഞാനൊന്ന് വായിക്കാം. ജപ്പാനീസ് ഭാഷയിൽ സന്തോഷകരമായിട്ടുള്ളത് എന്ന അർത്ഥം വരുന്ന പദമാണ് ഇത് ഉമാമി. ഉമാമി, സന്തോഷകരമായിട്ടുള്ളത് എന്ന പദം എന്ന അർത്ഥമാണ് വരുന്നത് ഉമാമി. പാൽ, മാംസം, കടൽ വിഭവങ്ങൾ, കൂൺ എന്നീ ഭക്ഷണ പദാർത്ഥങ്ങളിൽ ഉമാമി രുചികൾ തരുന്ന ഘടകങ്ങളുണ്ട്. പാല്, മാംസം, കടൽ വിഭവങ്ങൾ, കൂൺ എന്നീ ഭക്ഷണ പദാർത്ഥങ്ങളിൽ ഉമാമി രുചി തരുന്ന ഘടകങ്ങളുണ്ട്. അത് മാത്രമല്ല, ഒളിയോഗസ്റ്റസ്, അടിവരയിട്ട് വെച്ച് പഠിച്ചോളൂ. ഒളിയോഗസ്റ്റസ് എന്ന പേരിൽ 6ാമതും ഒരു രുചി കണ്ടെത്തിയിട്ടുണ്ട്. ഇത് കൊഴുപ്പിന്റെ രുചിയാണ്. അപ്പൊ കൊഴുപ്പിന്റെ രുചിയാണ് ഒളിയോഗസ്റ്റസ്. ഇങ്ങനെയുള്ള ഇതിനൊക്കെ മനസ്സിലാക്കുന്ന ഗ്രാഹികൾ എവിടെയുണ്ട്? നമ്മുടെ നാവിലുണ്ട്. അപ്പൊ മനസ്സിലാക്കി വെച്ചോ. ഉപ്പ്, പുളി, മധുരം, കയ്പ്, ഉമാമി ആൻഡ് ഒളിയോഗസ്റ്റസ്. ഇത്രയും ഗ്രാഹികൾ എവിടെ കാണപ്പെടുന്നു? നമ്മുടെ നാവിൽ കാണുന്നു. അതിൽ ഒളിയോഗസ്റ്റസിന്റെ പ്രത്യേകത കൊഴുപ്പിന്റെ രുചിയാണ്. കൊഴുപ്പിന്റെ രുചി. ഓക്കെ, മനസ്സിലാക്കി വെക്കുക. നമുക്ക് എന്ത് ചെയ്യാം? നമ്മുടെ ഈ ചാപ്റ്ററിൽ തന്നെ ഏറ്റവും പ്രധാനമായിട്ട് പഠിക്കേണ്ട മറ്റൊരു വസ്തുതയിലേക്ക് പോകാം. അത് വേറൊന്നുമല്ല, ആ ചാപ്റ്ററിൽ ഏറ്റവും അവസാനമായിട്ട് കൊടുത്തിരിക്കുന്ന, സ്ഥിരമായിട്ട് PSC ചോദിച്ചുകൊണ്ടിരിക്കുന്നു ഓരോ ചോദ്യങ്ങൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട്. അതായത് ചില ജീവികളുടെ ചില ഇന്ദ്രിയങ്ങൾ. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ജീവിയാണ് ഇത്. നമുക്കറിയാം, നമ്മുടെ പ്ലനേറിയയുടെ കാണാൻ സഹായിക്കുന്ന, പ്ലനേറിയയ്ക്ക് കാഴ്ച പ്രദാനം ചെയ്യുന്ന ഇന്ദ്രിയമാണ് ഇത് ഐ സ്പോട്ട്. സോ ഐ സ്പോട്ട് എന്ന ഇന്ദ്രിയം ആരുടേതാണ്? പ്ലനേറിയയ്ക്ക് കാണാൻ സഹായിക്കുന്നത്, പ്ലനേറിയയ്ക്ക് കാഴ്ച പ്രദാനം ചെയ്യുന്നത് ഏത് ഭാഗമാണ്? ഐ സ്പോട്ട് ആണ്. മറക്കരുത്, പ്ലനേറിയ ഐ സ്പോട്ട്. നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, ഇവിടെ വരച്ചിട്ടുണ്ട്, ഇമേജ് ഒക്കെ അടവുണ്ട്. സോ ഇങ്ങനെയുള്ള രണ്ട് കാഴ്ച പ്രദാനം ചെയ്യുന്ന ഭാഗം, ഇതിനെ വിളിക്കുന്ന പേരാണെന്ത്? ഐ സ്പോട്ട് എന്ന് വിളിക്കും. എന്താ വിളിക്കുക? ഐ സ്പോട്ട്. സോ പ്ലനേറിയയ്ക്ക് കാഴ്ച പ്രദാനം ചെയ്യുന്നത് ഐ സ്പോട്ട് ആണെങ്കിൽ, തൊട്ടടുത്ത മറ്റൊരു ജീവിയാണ് ഇത് നമ്മുടെ ഷഡ്പദം അഥവാ ഈച്ച. ഈച്ചകൾക്ക് പ്രധാനമായിട്ടും കാഴ്ച പ്രദാനം ചെയ്യുന്നത് ആരാണ്? ഒമാറ്റീഡിയ എന്ന ഇന്ദ്രിയം ഉപയോഗിച്ചിട്ടാണ്. ഈച്ചകൾ കാണുന്നത് ഒമാറ്റീഡിയ. ഒമാറ്റീഡിയ. ഐ സ്പോട്ട് എന്തിന് കാണപ്പെടുന്നു? ഐ സ്പോട്ട് പ്ലനേറിയയുടെ ഇന്ദ്രിയമാണ്. അല്ലെങ്കിൽ പ്ലനേറിയയ്ക്ക് കാഴ്ച പ്രദാനം ചെയ്യുന്നത് ഐ സ്പോട്ട് ആണെങ്കിൽ, സോ ഈച്ചകളിൽ ഒമാറ്റീഡിയാണ് കാഴ്ച പ്രദാനം ചെയ്യുന്ന ഭാഗം, അല്ലേ? എന്ന അടുത്തൊരു ജീവിയാണ് ഇത്. നമുക്കറിയാം, അതിന്റെ ബോഡി ബാലൻസ് മെയിൻറ്റെയിൻ ചെയ്യാൻ സഹായിക്കുന്ന ഭാഗമാണ് ഇത് പാർശ്വവര അഥവാ ലാറ്ററൽ ലൈന്. പഠിച്ചു വെച്ചോളെ മക്കളെ. പാർശ്വവര ഉപയോഗിച്ചിട്ട് സ്രാവ് എന്ത് ചെയ്യുന്നുണ്ട്? ബോഡി ബാലൻസ് മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. എന്നത് ലാസ്റ്റ് വൺ, ജേക്കബ്സൺ ഓർഗൻ. PSC ഏറ്റവും കൂടുതൽ ചോദിച്ച മറ്റൊരു ചോദ്യം, ജേക്കബ്സൺ ഓർഗൻ എന്താണ്? പാമ്പ് ഗന്ധം മനസ്സിലാക്കാൻ ഉപയോഗിക്കുന്ന ഭാഗമാണ് ഇത് ജേക്കബ്സൺ ഓർഗൻ. ഇന്ത്യക്കാരനായ ജേക്കബ് പാട്ടനാണ് ഇത് കണ്ടെത്തിയത്. സോ ദ ഓർഗൻ ഈസ് നോൺ ആസ് ജേക്കബ്സൺസ് ഓർഗൻ. ഓർത്ത് വെച്ചോ, ജേക്കബ്സൺസ് ഓർഗൻ. ഒന്ന് വായിക്കാം. പാമ്പിന്റെ നാക്കിൽ പറ്റിപ്പിടിക്കുന്ന ഗന്ധകണികൾ വായുടെ മുകൾ ഭാഗത്തുള്ള ജേക്കബ്സൺസ് ഓർഗനിൽ എത്തുന്നു. തൽഫലമായിട്ട് ആവേഗങ്ങൾ ഉണ്ടാവുന്നു. പാമ്പ് എന്ത് മനസ്സിലാക്കുന്നു? സ്മെല്ല് മനസ്സിലാക്കുന്നു. അപ്പൊ സ്മെല്ല് അഥവാ ഗന്ധം മനസ്സിലാക്കാൻ വേണ്ടി പാമ്പ് ഇടക്കിടക്ക് നാവ് നീട്ടുന്ന കാണുന്നില്ലേ? ഗന്ധം മനസ്സിലാക്കാൻ നാവ് നീട്ടുമ്പോൾ ഗന്ധകണികൾ ആ നാവിൽ പറ്റിച്ചേരുന്നു. സോ ആ പറഞ്ഞിരിക്കുന്ന നാവിനെ ഉള്ളിലേക്ക് ഇടുമ്പോൾ ആ ഗന്ധകണികൾ എവിടെ തട്ടുന്നു? നമ്മുടെ ജേക്കബ്സൺസ് ഓർഗനിൽ പോയി തട്ടിയിട്ട് അതിനെ ഉത്തേജിപ്പിക്കുന്നത് മൂലമാണ് എന്തുണ്ടാവുന്നത്? നോർമലി പാമ്പ് സ്മെല്ല് അഥവാ ഗന്ധം അറിയുന്നത്. ഓക്കെ, എനിവേ ഇത്രയും ഡാറ്റകൾ രണ്ടാമത്തെ ചാപ്റ്ററുമായിട്ട് ബന്ധപ്പെട്ട 10ാം ക്ലാസ്സിലെ രണ്ടാമത്തെ ചാപ്റ്ററും 1ാമത്തെ ചാപ്റ്ററുമാണ് നമ്മളിപ്പോൾ കവർ ചെയ്തിരിക്കുന്നത്. നമുക്ക് എന്ത് ചെയ്യാം? നമ്മുടെ 3ാമത്തെ ചാപ്റ്ററിലേക്ക് പോകാം. അപ്പൊ നമ്മുടെ 3ാമത്തെ ചാപ്റ്ററാണ് സമസ്ഥിതിക്കായുള്ള രാസസന്ദേശങ്ങൾ. ഓർത്ത് വെച്ചോ, ഈ 3ാമത്തെ ചാപ്റ്ററും 1ാമത്തെ ചാപ്റ്ററും ഭയങ്കര ലിങ്ക് ആയിട്ട് രണ്ടും വളരെ അടുത്ത് നിൽക്കുന്ന 2 ചാപ്റ്റേഴ്സ് ആണ്. സോ എനിവേ എന്താണെങ്കിലും ശരി, നമുക്ക് എന്ത് ചെയ്യാം? 3ാമത്തെ ചാപ്റ്ററിലേക്ക് പോകുന്നതിന് മുമ്പ് ഒരു കാര്യം കൂടി പറയാം. സോ ആർക്കെങ്കിലും
കൃത്യമായ, അതായത് ആപ്പിനകത്ത്, നമ്മുടെ പ്രെപ്സ്കെയിൽ ആപ്പിനകത്ത് വ്യക്തമായിട്ട് ഇതുമായിട്ട് ബന്ധപ്പെട്ട വ്യക്തമായ ക്ലാസ് ഡീറ്റെയിൽ ആയിട്ട് വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് കണ്ടു തീർക്കാവുന്ന വളരെ ഡീറ്റെയിൽ ആയിട്ടുള്ള ക്ലാസ്സുകൾ എന്ത് ചെയ്യുന്നുണ്ട്, ആപ്പിനകത്തുണ്ട്. ആവശ്യക്കാർക്ക് വേണമെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, താഴെ ഡിസ്ക്രിപ്ഷനിലുള്ള നമ്പറിൽ കോൺടാക്ട് ചെയ്തുകൊണ്ട് ക്ലാസ്സുകൾ നിങ്ങൾക്ക് വ്യക്തമായിട്ട് കാണാം. ഇനി ക്ലാസ് കാണണമെന്നില്ലെങ്കിൽ അല്ലെങ്കിൽ കണ്ടില്ലെങ്കിൽ കുഴപ്പമില്ല, ആ ക്ലാസ്സിനകത്ത് എന്തുണ്ട്, ആപ്പിനകത്ത് നോട്ട്സും അവൈലബിൾ ആണ്. നോട്ട് നിങ്ങൾക്ക് വ്യക്തമായിട്ട് വായിച്ചെടുക്കാം. സോ ഏതൊരാൾക്കും വളരെ സുതാര്യമായിട്ട് വായിച്ച് മനസ്സിലാക്കാവുന്ന നോട്ട്സുകളാണ് ആപ്പിനകത്തുള്ളത്. ക്ലാസ്സും ഉണ്ട്, നോട്ട്സും ഉണ്ട്. ഇതൊക്കെ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, താഴെ ഡിസ്ക്രിപ്ഷനിലുള്ള നമ്പറിൽ വിളിക്കുക. ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, അത് ഉപയോഗിക്കാം. ഓക്കെ, എനിവേ നമുക്ക് ചാപ്റ്ററിലേക്ക് പോകാം. സമസ്ഥിതിക്കായുള്ള രാസസന്ദേശങ്ങൾ. സമസ്ഥിതിക്കായുള്ള രാസസന്ദേശങ്ങളിൽ ആദ്യം തന്നെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ടോപ്പിക് അല്ലെങ്കിൽ PS ചോദിക്കുന്ന ഭാഗം ഇതാണ്. രക്തത്തിലെ ഗ്ലൂക്കോസിന്റെ അളവ് എത്രയാണെന്ന് ചോദിച്ചാൽ അതറിയാം. അടിവരട്ട് വെച്ച് പിടിച്ചോളെ. അതായത് രക്തത്തിലെ ഗ്ലൂക്കോസിന്റെ സാധാരണ തോതാണത്ത നമ്മുടെ രക്തത്തിൽ 100 ml രക്തം എടുത്ത് പരിശോധിക്കൂ. നിങ്ങളൊരു ടെസ്റ്റ് ട്യൂബിൽ ഒരു 100 ml രക്തം എടുക്കൂ. ആ രക്തത്തിൽ എത്ര ഗ്ലൂക്കോസ് വേണം? 70 മുതൽ 110 മില്ലിഗ്രാം വരെ ഗ്ലൂക്കോസ് വേണം. 100 ml രക്തത്തിൽ 70 to 110 മില്ലിഗ്രാം, അതായത് 70 മുതൽ 110 മില്ലിഗ്രാം വരെ എന്ത് വേണം? ഗ്ലൂക്കോസ് വേണം. ആ ഗ്ലൂക്കോസിന്റെ അളവ് എങ്ങനെയാണ് ക്രമീകരിക്കപ്പെടുന്നത് എന്നും കൂടെ പഠിച്ചിരിക്കേണ്ടതുണ്ട്. കാരണം PSC ഇതിൽ നിന്നാണ് നിങ്ങളോട് എന്ത് ചോദിക്കാൻ പോകുന്നത്? സ്റ്റേറ്റ്മെന്റ് ചോദിക്കും. ഓർത്ത് വെച്ചോ, കണ്ണിനെ കുറിച്ച് പറഞ്ഞ ആ ഡാറ്റകളും സ്റ്റേറ്റ്മെന്റ് ആയിട്ട് തന്നെ പ്രതീക്ഷിക്കാം. അതോടൊപ്പം തന്നെ ഈ ഗ്ലൂക്കോസിന്റെ അളവും ക്രമീകരിക്കുന്നത് എങ്ങനെയാണ് മനസ്സിലാക്കി വെച്ചോ. രക്തത്തിൽ ഗ്ലൂക്കോസിന്റെ അളവ് കൂടിപ്പോയാൽ, രക്തത്തിൽ ഗ്ലൂക്കോസിന്റെ അളവ് കൂടിക്കഴിഞ്ഞാൽ ഏത് കോശം? പാൻക്രിയാസിലെ. പാൻക്രിയാസ് എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് മനസ്സിലാവുന്നവർ കണ്ടോ മക്കളെ? നമ്മുടെ ആമാശയം കണ്ടിട്ടില്ലേ? ആമാശയം, ഇതാണ് നമ്മുടെ ആമാശയം. ആമാശയത്തിന് ശേഷം ചെറുകുടലില്ലേ? ഇല്ലേ? ഈ ആമാശയത്തിനും ചെറുകുടലിനും ഇടയിൽ കാണപ്പെടുന്ന ഗ്രന്ഥിയാണ് ഇത് ആഗ്നേയ ഗ്രന്ഥി അഥവാ പാൻക്രിയാസ് ഗ്രന്ഥി. ഈ പാൻക്രിയാസ് ഗ്രന്ഥിയിൽ പ്രധാനമായിട്ടും 4 തരം കോശങ്ങൾ ഉണ്ടെങ്കിലും നമുക്ക് പഠിക്കാം പ്രധാനമായിട്ടും എത്ര തരം കോശം? 2 തരം കോശമുണ്ട്. അതിൽ ആദ്യത്തെ കോശമാണ് ഈ കാണുന്ന കോശം. പേരെന്താ? ബീറ്റാ കോശം. എന്നാൽ ഇത് മാത്രമല്ല, വേറൊരു കോശം കൂടി ഉണ്ട്. ആ കോശത്തിന്റെ പേരാണെന്ത്? ദ കോശം ഈസ് നോൺ ആസ്. അടുത്ത കോശമാണ് ഇത് ആൽഫ കോശം. അപ്പൊ ആൽഫ കോശവും ബീറ്റാ കോശവും എവിടെ കാണപ്പെടുന്നു? നമ്മുടെ ആഗ്നേയ ഗ്രന്ഥിയിൽ കാണപ്പെടുന്നു, അഥവാ പാൻക്രിയാസിൽ കാണപ്പെടുന്നു. ആ കോശങ്ങളുടെ കൂട്ടത്തെ വിളിച്ച പേരാണെന്ത്? ഐലറ്റ്സ് ഓഫ് ലാംഗർഹാൻസ് എന്ന് വിളിച്ചു അല്ലേ? അപ്പൊ ഐലറ്റ്സ് ഓഫ് ലാംഗർഹാൻസിലെ ആദ്യത്തെ കോശമാണ് ഇത് ബീറ്റാ കോശം. ഈ ബീറ്റാ കോശം രക്തത്തിൽ ഗ്ലൂക്കോസിന്റെ അളവ് കൂടിയാൽ രക്തത്തിൽ ഗ്ലൂക്കോസിന്റെ അളവ് കൂടിക്കഴിഞ്ഞാൽ ബീറ്റാ കോശം എന്തിനെ ഉൽപ്പാദിപ്പിക്കുന്നു? ബീറ്റാ കോശം ഇൻസുലിൻ എന്ന ഹോർമോണിനെ ഉൽപ്പാദിപ്പിക്കുന്നു. ബീറ്റാ കോശം ഇൻസുലിൻ എന്ന ഹോർമോൺ ഉൽപ്പാദിപ്പിക്കുന്നു. ഈ ഇൻസുലിൻ എന്ത് ചെയ്യും? രക്തത്തിൽ കൂടുതലുള്ള ഗ്ലൂക്കോസിനെ എന്താക്കി മാറ്റും? ഗ്ലൈക്കോജനാക്കി മാറ്റും. എന്താക്കി മാറ്റുന്നു? ഗ്ലൈക്കോജനാക്കി മാറ്റി എവിടെ സ്റ്റോർ ചെയ്യും? നമ്മുടെ കരളിൽ സ്റ്റോർ ചെയ്യും. ഓർത്ത് വെച്ചോളെ, എവിടെ സ്റ്റോർ ചെയ്യുന്നു? കരളിൽ സ്റ്റോർ ചെയ്യുന്നു. കരളിലാണ്, കരളിൽ സ്റ്റോർ ചെയ്യുന്നു. അപ്പൊ രക്തത്തിൽ അധികമുള്ള ഗ്ലൂക്കോസിനെ ഗ്ലൈക്കോജനാക്കി മാറ്റി കരളിൽ സ്റ്റോർ ചെയ്യാൻ സഹായിക്കുന്ന ഹോർമോണാണ് ഇത് ഇൻസുലിൻ. അപ്പൊ രക്തത്തിൽ അധികമുള്ള ഗ്ലൂക്കോസിനെ ഗ്ലൈക്കോജനാക്കി മാറ്റി കരളിൽ സംഭരിക്കുന്നുണ്ടല്ലോ. അത് ചെയ്യുന്നതാരാ? ഇൻസുലിൻ എന്ന ഹോർമോണ്. ഇതേ ഇൻസുലിൻ ചെയ്യുന്ന മറ്റൊരു ഡ്യൂട്ടിയാണെന്ത്? നമ്മുടെ കോശത്തിന് ആരെ വേണം? കോശത്തിന് ഗ്ലൂക്കോസിനെ വേണ്ടേ? എന്തിനു വേണ്ടിയിട്ടാ ഗ്ലൂക്കോസ് കോശത്തില്? അതായത് കോശത്തിൽ വെച്ച് ഊർജം നിർമ്മിക്കാൻ നിർബന്ധമായിട്ടും വേണ്ട ഒരു ഘടകമാണ് ഇത് ഗ്ലൂക്കോസ്. നിങ്ങൾക്കറിയാം, നമ്മൾ കഴിക്കുന്ന ഭക്ഷണം വിഘടിച്ച് അവസാനം ഉണ്ടാകുന്നത് ഗ്ലൂക്കോസ് ആണ്. ആ ഗ്ലൂക്കോസ്, അന്നജം വിഘടിച്ചിട്ടുണ്ടാകുന്ന ഗ്ലൂക്കോസ് കോശങ്ങളിൽ എത്തിച്ചേരുകയും കോശത്തിൽ വെച്ച് ഗ്ലൂക്കോസ് വിഘടിച്ച് പൈറുവിക് ആസിഡ് ആയിട്ട് മാറി 2 ATP ഊർജം സ്വതന്ത്രമാക്കപ്പെടുന്നു. എന്നാൽ ആ പൈറുവിക് ആസിഡ് മൈറ്റോകോൺഡ്രിയക്കകത്ത് വെച്ച് ഗ്ലൂക്കോസ് പൈറുവിക് ആസിഡ് ഓക്സിജനുമായിട്ട് റിയാക്ട് ചെയ്തിട്ട് എന്തിനെയൊക്കെ? കാർബൺ ഡൈ ഓക്സൈഡിനെയും ജലത്തെയും ഉപോൽപ്പന്നമായിട്ട് നിർമ്മിക്കുന്നതോടൊപ്പം 28 ATP ഊർജത്തെയും സ്വതന്ത്രമാക്കിയില്ലേ? ഈ നിർമ്മാണ പ്രക്രിയകൾക്കൊക്കെ ആര് വേണം? ഗ്ലൂക്കോസ് വേണ്ടേ? അതായത് സിമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ ഗ്ലൂക്കോസിനെ ആർക്ക് വേണം? കോശങ്ങൾക്ക് വേണം. അങ്ങനെ ഗ്ലൂക്കോസിനെ കോശങ്ങൾക്ക് വേണമെങ്കിൽ ആ ഗ്ലൂക്കോസിനെ പെട്ടെന്നെടുത്ത് കോശങ്ങളിലേക്ക് കൊടുക്കുന്നു. അതായത് കോശങ്ങളിലേക്കുള്ള ഗ്ലൂക്കോസിന്റെ ആഗിരണ പ്രക്രിയ കൂട്ടുന്നതും ഏത് ഹോർമോണാ? ഇൻസുലിനാണ്. സോ ഇത്തരത്തിൽ രക്തത്തിൽ അധികമുള്ള ഗ്ലൂക്കോസിനെ ഗ്ലൈക്കോജനാക്കി മാറ്റി കരളിൽ സംഭരിക്കുന്നു ഒരു രീതി.
എന്നാൽ രണ്ടാമത്തെ രീതി അധികമുള്ള രക്തത്തിലെ ഗ്ലൂക്കോസിനെ നേരെ പിടിച്ചിട്ട് കോശങ്ങൾക്ക് കൊടുക്കുന്നു. ഇങ്ങനെ രണ്ട് പ്രവൃത്തിയിലൂടെ ഏതൊക്കെയാണ്? ഗ്ലൂക്കോസിനെ ഗ്ലൈക്കോജനാക്കി മാറ്റി കരൾ സംഭരിക്കുന്നു, അധികമുള്ള ഗ്ലൂക്കോസിനെ കോശങ്ങളിലേക്ക് ആഗിരണം ചെയ്യുന്ന പ്രക്രിയ കൂട്ടുന്നു. ഈ രണ്ട് പ്രക്രിയയിലൂടെ ഗ്ലൂക്കോസിന്റെ അളവ് ക്രമീകരിക്കുന്ന ഹോർമോണാണ് ഇത് ഇൻസുലിൻ. കണ്ടോളെ ഇൻസുലിൻ രണ്ട് പ്രക്രിയയിലൂടെ ഗ്ലൂക്കോസിന്റെ അളവ് ക്രമീകരിച്ചു. എന്നാൽ രക്തത്തിൽ ഗ്ലൂക്കോസിന്റെ അളവ് അങ്ങ് കുറഞ്ഞു പോയാലോ? കുറഞ്ഞു പോയി കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ പറഞ്ഞു ആൽഫ കോശം അല്ലേ? ഏത് കോശ? ആൽഫ കോശം ഏത് ഹോർമോൺ ഉൽപ്പാദിപ്പിക്കുന്നു? ആൽഫ കോശം പ്രൊഡ്യൂസ് ചെയ്യുന്ന ഹോർമോണാണ് ഇത് ഗ്ലൂക്കഗോൺ. രക്തത്തിൽ ഗ്ലൂക്കോസിന്റെ അളവ് കുറയുമ്പോഴാണ് എന്തുണ്ടാവുന്നത്? ഗ്ലൂക്കഗോണിനെ ഉൽപ്പാദിപ്പിക്കുന്നത്. മറന്നു പോകുന്നവർ ഇങ്ങനെ ആലോചിച്ചോ, രക്തത്തിൽ ഗ്ലൂക്കോസിന്റെ അളവ് കുറയുമ്പോൾ ഗ്ലൂക്കഗോൺ ഉണ്ടാവുന്നു. ഗ്ലും കുറയുന്നത് പോലെയല്ലേ ഫീൽ ചെയ്യുന്നത്? സോ രക്തത്തിൽ ഗ്ലൂക്കോസിന്റെ അളവ് കുറയുമ്പോഴാണ് ഏത് ഹോർമോൺ? ഗ്ലൂക്കഗോൺ എന്ന ഹോർമോണിനെ ഉൽപ്പാദിപ്പിക്കുന്നത്. ഈ ഗ്ലൂക്കഗോൺ എന്ത് ചെയ്യും? അതായത് നേരത്തെ ഗ്ലൂക്കോസിനെ ഗ്ലൈക്കോജനാക്കി മാറ്റി കരളിൽ സ്റ്റോർ ചെയ്തിട്ടില്ലായിരുന്നു, ആ ഗ്ലൈക്കോജനെ പിടിച്ചിട്ട് എന്താക്കുന്നു? ഗ്ലൂക്കോസ് ആക്കുന്നു. ഇത് രണ്ടും ഒരാളാണ് ചെയ്യുന്നെങ്കിൽ വല്ല നാറാണത്ത് ഭ്രാന്തം ഒക്കെ വിളിക്കായിരുന്നു. എനിവേ മനസ്സിലാക്കി വെച്ചോ, ഗ്ലൂക്കോസിനെ ഗ്ലൈക്കോജനാക്കി മാറ്റിയത് ഇൻസുലിൻ ആണെങ്കിൽ ആ ഗ്ലൈക്കോജനെ എന്താക്കി മാറ്റുന്നു? ഗ്ലൂക്കോസ് ആക്കി മാറ്റുന്നത് ആരാണ്? ഗ്ലൂക്കഗോൺ ആണ്. അത് മാത്രമല്ല, എന്തിൽ നിന്നും? അമിനോ ആസിഡിൽ നിന്നൊക്കെ എന്തിനെ നിർമ്മിച്ചെടുക്കും? ഗ്ലൂക്കോസിനെ നിർമ്മിക്കുകയും ചെയ്തുകൊണ്ട് ഗ്ലൂക്കോസിന്റെ അളവ് ക്രമീകരിക്കുന്നത്, കുറയുമ്പോൾ കൂട്ടിക്കൊണ്ട് ക്രമീകരിക്കുന്നത് ആരാണ്? ഗ്ലൂക്കഗോൺ ആണ്. എന്നാൽ കൂടുമ്പോൾ കുറച്ചുകൊണ്ട് ക്രമീകരിക്കുന്ന ആരാണ്? ഇൻസുലിൻ ആണ്. വ്യക്തമായിട്ട് മനസ്സിലാക്കി വെക്കേണ്ട ഡാറ്റയാണ് ഇൻസുലിന്റെയും ഗ്ലൂക്കഗോണിന്റെയും പ്രവർത്തന രീതികൾ. ക്ലിയർ ആണല്ലോ? മറക്കില്ല, ഇമ്പോർട്ടന്റ് ആണ് മക്കളെ. ഇനി നമുക്ക് പോകാം അടുത്തൊരു ഡാറ്റയിലേക്ക്. അത് മറ്റൊന്നുമല്ല, ഇതുമായിട്ട് ബന്ധപ്പെട്ട ഡാറ്റ തന്നെ. നിങ്ങളോട് ഞാൻ ചോദിക്കാം, ഇൻസുലിന്റെ കണ്ടോളെ, ഇൻസുലിന്റെ ഉൽപാദനം അങ്ങ് കുറഞ്ഞു പോയി എന്ന് കരുതുക. ബീറ്റാ കോശം ഇൻസുലിനെ അധികം ഉൽപ്പാദിപ്പിക്കുന്നില്ല. ഇൻസുലിൻ കുറഞ്ഞാൽ, രക്തത്തിൽ ഇൻസുലിന്റെ അളവ് കുറഞ്ഞു പോയി കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? നമ്മുടെ രക്തത്തിൽ എന്ത് കൂടും? ഗ്ലൂക്കോസ് കൂടില്ലേ? ഇങ്ങനെ ഗ്ലൂക്കോസ് കൂടുന്ന അവസ്ഥയെ നമ്മൾ വിളിക്കുന്ന പേരാണെന്ത്? പ്രമേഹം. എന്താ വിളിക്കുക? പ്രമേഹം. സിമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ എന്ത് വിളിക്കുന്നു? ഡയബറ്റിസ് മെലിറ്റസ് എന്ന് വിളിക്കും. ഇൻസിപ്പിഡസ് അല്ലേ? ഡയബറ്റിസ് മെലിറ്റസ് അഥവാ പ്രമേഹം. അപ്പൊ എന്താണ് പ്രമേഹത്തിന്റെ പ്രധാന കാരണം? ഇൻസുലിന്റെ ഉൽപാദനം കുറയുന്നത് മൂലം, ബീറ്റാ കോശങ്ങൾ ഇൻസുലിനെ ഉൽപ്പാദിപ്പിക്കുന്നത് കുറയുന്നത് മൂലം നമ്മുടെ രക്തത്തിൽ എന്ത് കൂടുന്നു? ഗ്ലൂക്കോസ് കൂടുന്നു. അങ്ങനെ രക്തത്തിൽ ഗ്ലൂക്കോസ് കൂടുന്ന അവസ്ഥയെ നമ്മൾ വിളിക്കുന്ന പേരാണെന്ത്? പ്രമേഹം അഥവാ ഡയബറ്റിസ് മെലിറ്റസ് എന്ന് വിളിക്കും. അങ്ങനെയാണെങ്കിൽ ആ പ്രമേഹത്തെ കുറിച്ചാണ് നമ്മൾ ഇവിടെ പറഞ്ഞിരിക്കുന്ന ഡാറ്റകൾ. 10ാം ക്ലാസ്സിലെ ടെക്സ്റ്റ് ബുക്കിലുണ്ട്. പ്രമേഹം പ്രധാനമായിട്ടും എത്ര രീതിയിൽ? 2 രീതിയിലാണ്. അതിൽ ആദ്യത്തെ ഒന്നാണ് ഇത് ടൈപ്പ് 1 പ്രമേഹം, എന്നാൽ രണ്ടാമത്തതാണ് ഇത് ടൈപ്പ് 2 പ്രമേഹം. ഇങ്ങനെ 2 പ്രമേഹത്തെ കുറിച്ചാണ് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. ടൈപ്പ് 1 പ്രമേഹം and ടൈപ്പ് 2 പ്രമേഹം. കുട്ടികളിൽ ഏറ്റവും കൂടുതലായി കാണുന്ന പ്രമേഹമാണ് ഇത് ടൈപ്പ് 1 പ്രമേഹം. അപ്പൊ ടൈപ്പ് 1 പ്രമേഹത്തിന്റെ കാരണം എന്താണെന്ന് വെച്ചാൽ നമുക്കറിയാം, നമ്മുടെ ലിംഫോസൈറ്റുകൾ, ഇതൊക്കെ നിങ്ങൾക്കറിയാന്നുള്ള വിശ്വാസത്തോടു കൂടിയാണ് ഞാൻ സംസാരിക്കുന്നത്. ലിംഫോസൈറ്റ് രക്തത്തിൽ പ്രധാനമായിട്ടും 5 തരം WBCകളില്ലേ? അതിലൊന്നായിരുന്നു ഇത് മോണോസൈറ്റ്, ബാസോഫില്ല്, ഈസിനോഫില്ല്, ന്യൂട്രോഫില്ല്, ദെൻ ലിംഫോസൈറ്റ് അല്ലേ? ഈ ലിംഫോസൈറ്റുകൾ 2 തരത്തിലുണ്ട്. തൈമസ് ഗ്രന്ഥിയിൽ നിന്നും പാകപ്പെടുന്ന ലിംഫോസൈറ്റുകളെ വിളിച്ചവരാണെന്ത്? ടി ലിംഫോസൈറ്റുകൾ എന്ന് വിളിക്കും. എന്നാൽ ബോൺ മാരോയിൽ നിന്നും പാകപ്പെടുന്ന ലിംഫോസൈറ്റുകളാണ് ഇത് ബി ലിംഫോസൈറ്റുകൾ. ഏത് ലിംഫോസൈറ്റാ? ടി ലിംഫോസൈറ്റും ബി ലിംഫോസൈറ്റും. ഇതിൽ ടി ലിംഫോസൈറ്റുകൾ കേട്ടോളെ, ടി ലിംഫോസൈറ്റുകൾ എന്തിനെ? ബീറ്റാ കോശങ്ങളെ നശിപ്പിക്കുന്നു. ടി ലിംഫോസൈറ്റുകൾ ബീറ്റാ കോശങ്ങളെ നശിപ്പിക്കുന്നു. അങ്ങനെ ബീറ്റാ കോശങ്ങൾ നശിച്ചു കഴിഞ്ഞാൽ ആവശ്യത്തിന് ഇൻസുലിൻ നിർമ്മിക്കപ്പെടുവോ? ഇല്ല. തൽഫലമായിട്ട് കേട്ടോളെ, ടി ലിംഫോസൈറ്റ് ബീറ്റാ കോശങ്ങളെ നശിപ്പിക്കുന്നത് മൂലം ഉണ്ടാകുന്ന പ്രമേഹത്തെ വിളിക്കുന്ന പേരാണെന്ത്? ടൈപ്പ് 1 പ്രമേഹം എന്ന് വിളിക്കും. മറന്നു പോകുന്നവർ ഇങ്ങനെ ഓർത്ത് വെച്ചോ, ടി ലിംഫോസൈറ്റ് ആണ്, ബീറ്റാ കോശമാണ് നശിക്കുന്നത്, ഈ ടൈപ്പ് 1 പ്രമേഹമാണ്. TB1 ഓർത്ത് വെച്ചോളെ. TB1 ടി ലിംഫോസൈറ്റ് ബീറ്റാ കോശങ്ങളെ നശിപ്പിക്കുന്നത് മൂലം രൂപപ്പെടുന്ന പ്രമേഹമാണ് ഇത്
ടൈപ്പ് 1 പ്രമേഹം കുട്ടികളിൽ ധാരാളമായി കാണപ്പെടുന്നു. എന്ന രണ്ടാമത്തെ പ്രമേഹത്തിന്റെ പ്രത്യേകത അത് ടൈപ്പ് 2 പ്രമേഹമാണ്. എന്താണ് ടൈപ്പ് 2 പ്രമേഹത്തിന്റെ പ്രത്യേകത? ടൈപ്പ് 2 പ്രമേഹത്തിന്റെ പ്രത്യേകത ലക്ഷ്യകോശങ്ങൾക്ക് ഇൻസുലിനെ ഉപയോഗിക്കാൻ കഴിയാത്തതാണ്. അതായത് ഹോർമോണുകളെ കുറിച്ച് ഇതിനെക്കുറിച്ചൊക്കെ ഡീറ്റെയിൽ ആയ ക്ലാസ്സുകൾ ആപ്പിനകത്തുണ്ട്. വ്യക്തമായിട്ട് പ്രതിപാദിച്ചുകൊണ്ട് കംപ്ലീറ്റ് ക്ലാസ്സുകളും എവിടെയുണ്ട്? ആപ്പിനകത്തുണ്ട്. സോ മനസ്സിലാക്കി വെച്ചോ. ഇപ്പൊ നമ്മൾ ഒരു നെട്ടോട്ടം ഒരു പെട്ടെന്ന് മനസ്സിലാക്കാൻ വേണ്ടി എക്സാമിന് ചോദിക്കുന്ന ഭാഗം മാത്രം ഡിസ്കസ് ചെയ്യുന്നതാണ്. അതായത് മനസ്സിലാക്കി വെക്കുക എന്താണ് ടൈപ്പ് 2 പ്രമേഹം എന്ന് ചോദിച്ചാൽ ഓർത്ത് വെക്കുക, എല്ലാ ഹോർമോണുകൾക്കും എല്ലാ കോശങ്ങളിലെയും പോയി പ്രവർത്തിക്കാൻ കഴിയില്ല. ഹോർമോണുകൾ ഏതെന്ന് ഹോർമോൺ പ്രവർത്തിക്കുന്നത് ഈ കോശത്തിലാണെങ്കിൽ ആ കോശത്തിന്റെ സവിശേഷത എന്താണെന്ന് ചോദിച്ചാൽ ആ കോശത്തിന് എന്ത് വേണം? കോശത്തിന്റെ ആവരണപാളിയെ കോശസ്തരം എന്നാണ് വിളിക്കുക. കോശസ്തരത്തിനകത്ത് കാണുന്ന മുഴുവൻ ഭാഗവും ജീവദ്രവ്യമാണ്. ജീവദ്രവ്യത്തിൽ ആരുണ്ട്? മർമ്മമുണ്ട്. മർമ്മം ഒഴികെയുള്ള ദ്രാവക ഭാഗത്തെ വിളിക്കുന്ന പേരാണെന്ത്? കോശദ്രവ്യം. ഇതാണ് കോശദ്രവ്യം. ഓർത്ത് വെച്ച് മനസ്സിലാക്കി വെക്കുക. ഈ കോശസ്തരത്തിലോ അല്ലെങ്കിൽ കോശദ്രവ്യത്തിലോ ഒരു പ്രത്യേക പ്രോട്ടീനുകൾ കാണുന്നു. ആ പ്രോട്ടീനുകളെ വിളിക്കുന്ന പേരാണെന്ത്? ഗ്രാഹികൾ എന്ന് വിളിക്കും. ഈ ഗ്രാഹിയുമായിട്ട് ആര് കൂടിച്ചേരും? എ എന്ന ഹോർമോൺ കൂടിച്ചേരുന്നു. അങ്ങനെ എന്ത് രൂപപ്പെടുന്നു? ഹോർമോൺ ഗ്രാഹി സംയുക്തം രൂപപ്പെടുന്നു. അങ്ങനെ ഹോർമോൺ ഗ്രാഹി സംയുക്തം രൂപപ്പെട്ടാൽ മാത്രമേ ഹോർമോണുകൾക്ക് എവിടെ പ്രവർത്തിക്കാൻ പറ്റൂ? ആ കോശത്തിൽ പ്രവർത്തിക്കാൻ പറ്റൂ. അത്തരം കോശങ്ങളെയാണ് നമ്മൾ എന്ത് വിളിക്കുക? ലക്ഷ്യകോശങ്ങൾ എന്ന് വിളിക്കുക. അതായത് ഒരു ഹോർമോൺ, എല്ലാ ഹോർമോണും എല്ലാ കോശത്തിലും എന്ത് ചെയ്യുന്നില്ല? പ്രവർത്തിക്കുന്നില്ല. ഹോർമോണുകളെ സ്വീകരിക്കാൻ കോശങ്ങളുടെ കോശസ്തരത്തിലോ കോശദ്രവ്യത്തിലോ എന്ത് കാണപ്പെടുന്നു? ചില പ്രത്യേക പ്രോട്ടീനുകൾ കാണപ്പെടുന്നു. അവയെ വിളിക്കുന്ന പേരാണെന്ത്? ഗ്രാഹികൾ എന്ന് വിളിക്കും. ആ ഗ്രാഹിയും ഹോർമോണും കൂടിച്ചേർന്നിട്ട് ഹോർമോൺ ഗ്രാഹി സംയുക്ത രൂപപ്പെട്ടാൽ മാത്രമേ ഹോർമോണുകൾക്ക് എവിടെ പ്രവർത്തിക്കാൻ പറ്റൂ? ആ കോശത്തിൽ പ്രവർത്തിക്കാൻ പറ്റൂ. അത്തരം കോശങ്ങളെയാണ് നമ്മൾ എന്ത് വിളിക്കുക? ലക്ഷ്യകോശങ്ങൾ എന്ന് വിളിക്കുക. അങ്ങനെ ലക്ഷ്യകോശങ്ങൾക്ക്, അതാണ് നമ്മൾ പറഞ്ഞു വരുന്നത്, ലക്ഷ്യകോശങ്ങൾക്ക് ഇൻസുലിൻ എന്ന ഹോർമോണിനെ സ്വീകരിക്കാൻ കഴിയാതെ പോവുക. ലക്ഷ്യകോശങ്ങൾക്ക് ഇൻസുലിനെ ഉപയോഗിക്കാൻ കഴിയാത്തതാണ് എന്തിന് കാരണം? ടൈപ്പ് 2 പ്രമേഹത്തിന് കാരണം. സോ പ്രമേഹം എത്ര രീതിയിലാ? ഒന്ന് ടൈപ്പ് 1 ആണെങ്കിൽ മറ്റത് ടൈപ്പ് 2. ടൈപ്പ് 2ന് കാരണം എന്താണ്? ലക്ഷ്യകോശങ്ങൾക്ക് ഇൻസുലിൻ എന്ന ഹോർമോണിനെ ഉപയോഗിക്കാൻ കഴിയാതെ പോകുന്നതാണ്. എന്തിന് കാരണം? ടൈപ്പ് 2 പ്രമേഹത്തിന് കാരണം. എന്താണെങ്കിലും ശരി, ലോക പ്രമേഹ ദിനം എന്നാണ്? നവംബർ 14 നവംബർ 14 14 ആ 14 നമുക്കറിയാം. വാലന്റൈൻസ് ഡേ ഫെബ്രുവരി 14 പ്രമേഹ ദിനം പഞ്ചാര ഡേ എപ്പോഴാണ്? നവംബർ 14 കൂടെ കണക്ട് ചെയ്ത് വെച്ചോ. ഇനി മാത്രമല്ല, ലോക പ്രമേഹ ദിനത്തിന്റെ ലോഗോ വ്യക്തമായിട്ട് പഠിച്ചോ. നീലവൃത്തമാണ് ലോക പ്രമേഹ ദിനത്തിന്റെ ലോഗോ. ക്ലിയർ ആണല്ലോ? ഇനി നമുക്ക് അടുത്ത ഭാഗത്തേക്ക് പോകാം. അതായത് ഈ ചാപ്റ്ററിൽ നിന്ന് ചോദിക്കാവുന്ന അടുത്ത ചോദ്യം. സോ ചോദ്യം വേറൊന്നുമില്ല, തൈറോക്സിനെ കുറിച്ചാണ്. തൈറോക്സിന്റെ പ്രത്യേകത, തൈറോക്സിന് പ്രധാനമായിട്ടും 4 ധർമ്മങ്ങളാണ് ടെക്സ്റ്റ് ബുക്കിൽ പ്രതിപാദിച്ചിരിക്കുന്നത്. ആ 4 ധർമ്മങ്ങളെ നിങ്ങൾ വ്യക്തമായിട്ട് പഠിച്ചോ. 4 ധർമ്മങ്ങൾ ജസ്റ്റ് ഞാനൊന്ന് വായിക്കാം. വേറൊന്നുമല്ല, ഊർജോൽപാദനം വർദ്ധിപ്പിക്കുന്നു, അതോടൊപ്പം തന്നെ ഉപാപചയ പ്രവർത്തനങ്ങളുടെ നിരക്ക് ഉയർത്തുന്നു. ഊർജോൽപാദനം, ഉപാപചയ പ്രവർത്തന നിരക്ക്, അത് മാത്രമല്ല ഭ്രൂണാവസ്ഥയിലും ശൈശവഘട്ടത്തിലും കുട്ടികളുടെ ശാരീരിക മാനസിക മസ്തിഷ്ക വളർച്ചയൊക്കെ ക്രമീകരിക്കുന്ന ഹോർമോണാണ് ഇത്? നമ്മുടെ തൈറോക്സിൻ. തൈറോയ്ഡ് ഗ്രന്ഥി ഉൽപ്പാദിപ്പിക്കുന്ന ഹോർമോണാണ് തൈറോക്സിൻ. ആ തൈറോക്സിൻ എന്ത് ചെയ്യുന്നു? 1 ഉപാപചയ പ്രവർത്തന നിരക്ക് നിയന്ത്രിക്കുന്നു. 2 ഊർജോൽപാദനം കൂട്ടുന്നു. 3 എന്ത് ചെയ്യുന്നു? ഉപാപചയ നിരക്ക്. ഇങ്ങനെ പഠിച്ചോ. ഉപാപചയ നിരക്ക് നിയന്ത്രിക്കുന്നതോടൊപ്പം ഊർജോൽപാദനത്തെ ക്രമീകരിക്കുന്നു. 3ാമത്തെ ധർമ്മം എന്താണ്? ഭ്രൂണാവസ്ഥയിൽ എന്ത് ചെയ്യുന്നു? കുട്ടികളുടെ ശാരീരിക മാനസിക മസ്തിഷ്ക വളർച്ചയൊക്കെ നിയന്ത്രിക്കുന്ന ഹോർമോണാണ് ഇത്? തൈറോക്സിൻ. ക്ലിയർ ആയിട്ട് പഠിച്ചോളെ. 4 വളരെ ഇമ്പോർട്ടന്റ് ആയ പോയിന്റ്. ക്ലിയർ ആണല്ലോ? അങ്ങനെയാണെങ്കിൽ അടുത്തലേക്ക് പൊക്കോട്ടെ. സോ അടുത്ത ചോദ്യം എന്താണെന്ന് ചോദിച്ചാൽ, മക്കളെ പ്രധാനപ്പെട്ട ഭാഗങ്ങളിലൂടെ മാത്രമേ കടന്നു പോകുന്നുള്ളൂ. ഏറ്റവും ഇമ്പോർട്ടന്റ് ആയി ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കാച്ചിക്കുറുക്കിയെടുത്ത ഡാറ്റകളാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, എനിവേ അടുത്ത ഡ്യൂട്ടി, അതായത് അടുത്തത് പിറ്റ്യൂട്ടറി ഗ്രന്ഥിയെ കുറിച്ചാണ് ചോദിച്ചിരിക്കുന്നത്. പിറ്റ്യൂട്ടറി ഗ്രന്ഥിയെ കുറിച്ച് പറയുമ്പോൾ ഒരൊറ്റ ഡാറ്റ ഞാൻ ഇവിടെ പറയാൻ ഉദ്ദേശിക്കുന്നു. വേറൊന്നുമല്ല, നമ്മുടെ തലച്ചോറാണിത്. തലച്ചോറിൽ ഏറ്റവും പ്രധാനമായിട്ട് കാണപ്പെടുന്ന
അതായത് എന്ത് നമ്മുടെ ആന്തര സമസ്ഥിതി പാലകൻ എന്നറിയപ്പെടുന്ന ഹൈപ്പോതലാമസ് അല്ലെ. ഓർത്തു വെക്ക മക്കളെ, ഈ ഹൈപ്പോതലാമസ് 1, 2, 3, 4 ഹോർമോണിനെ ഉൽപ്പാദിപ്പിക്കുന്നു. അതേതൊക്കെയാണ്? ഓക്സിറ്റോസിൻ, വാസോപ്രസിൻ, റിലീസിംഗ് ഹോർമോൺ ആൻഡ് ഇൻഹിബിറ്ററി ഹോർമോൺ. എന്നാൽ ഹൈപ്പോതലാമസിന് തൊട്ടു താഴെ കാണുന്ന അടുത്ത ഗ്രന്ഥിയാണ് ഇത്. തൊട്ടു താഴെ കാണുന്ന പയറുമണിയുടെ ആകൃതിയിൽ കാണുന്ന അടുത്ത ഗ്രന്ഥി പിറ്റ്യൂട്ടറി ഗ്രന്ഥിയാണ്. പിറ്റ്യൂട്ടറി ഗ്രന്ഥിക്ക് പ്രധാനമായിട്ടും 2 ദളങ്ങളാണുള്ളത്. അതിലൊന്ന് മുൻതളമാണെങ്കിൽ മറ്റത് പിൻതളമാണ്. ഒന്ന് മുൻതളവും മറ്റത് പിൻതളവുമാണ്. മനസ്സിലാക്കി വെച്ച മുൻതളം മാത്രമേ എന്തിനെ ഉൽപ്പാദിപ്പിക്കുന്നുള്ളൂ? ഹോർമോണിനെ ഉൽപ്പാദിപ്പിക്കുന്നുള്ളൂ. പിൻതളം ഒരു ഹോർമോണിനെ ഉൽപ്പാദിപ്പിക്കുന്നില്ല. എന്നാൽ പിൻതളം എന്ത് ചെയ്യുന്നു? ഹോർമോണുകളെ സംഭരിക്കുന്നു. ഹൈപ്പോതലാമസ് ഉൽപ്പാദിപ്പിക്കുന്ന ഓക്സിറ്റോസിനെയും വാസോപ്രസിനെയും എന്ത് ചെയ്യുന്നുണ്ട്? പിൻതളത്തിൽ എത്തിച്ചേരുന്നു. എന്നിട്ട് പിൻതളത്തിൽ ഓക്സിറ്റോസിനും വാസോപ്രസിനും സംഭരിക്കപ്പെടുന്നു. എന്നാൽ മുൻതളം ഉൽപ്പാദിപ്പിക്കുന്ന ഹോർമോണാണ് ഇത്. നോർമലി ഒന്നാമത്തെ ഹോർമോണാണ് പ്രൊലാക്റ്റിൻ, രണ്ടാമത്തെ ഹോർമോണാണ് സൊമാറ്റോട്രോപ്പിൻ, മൂന്നാമത്തെ ഹോർമോണാണ് ഇത് ട്രോപ്പിക് ഹോർമോൺ. ചോദിക്കുക മക്കളെ, ട്രോപ്പിക് ഹോർമോണിനെ ഉൽപ്പാദിപ്പിക്കുന്ന ആരാ? പിറ്റ്യൂട്ടറി ഗ്രന്ഥിയുടെ മുൻതളമാണ്. സോ അങ്ങനെയാണെങ്കിൽ പിറ്റ്യൂട്ടറി ഗ്രന്ഥിയുടെ മുൻതളം ഹോർമോണുകളെ ഉൽപ്പാദിപ്പിക്കണമെങ്കിൽ ഏതൊക്കെ? റിലീസിംഗ് ഹോർമോൺ. ഹൈപ്പോതലാമസ് ഉൽപ്പാദിപ്പിക്കുന്ന റിലീസിംഗ് ഹോർമോൺ പോർട്ടൽ സിര വഴി, ഏത് സിര വഴി? പോർട്ടൽ സിര വഴി എവിടെ എത്തിച്ചേരുന്നു? പിറ്റ്യൂട്ടറി ഗ്രന്ഥിയുടെ മുൻതളത്തിൽ എത്തിച്ചേരുന്നു. എന്നിട്ട് മുൻതളത്തെ ഉത്തേജിപ്പിക്കുന്നത് മൂലമാണ് പ്രൊലാക്റ്റിനെയും സൊമാറ്റോട്രോപ്പിനെയും ട്രോപ്പിക് ഹോർമോണിനെയൊക്കെ ഉൽപ്പാദിപ്പിക്കുന്നത്. എന്നാൽ തൊട്ട് പിന്നാലെ ആര് വരുന്നു? റിലീസിംഗ് ഹോർമോണിന് പിന്നാലെ ഇൻഹിബിറ്ററി ഹോർമോൺ വന്നിട്ട് എന്ത് ചെയ്യുന്നു? ആ 3 ഹോർമോണിന്റെ ഉൽപ്പാദനത്തെ മന്ദീഭവിപ്പിക്കുന്നു. അപ്പൊ 3 ഹോർമോണിന്റെ ഉൽപ്പാദനത്തെ ഉത്തേജിപ്പിച്ചത് റിലീസിംഗ് ഹോർമോൺ ആണെങ്കിൽ ആ 3 ഹോർമോണിന്റെ ഉൽപ്പാദനത്തെ മന്ദീഭവിപ്പിക്കുന്നത് തൊട്ടു പിന്നാലെ വരുന്ന ഇൻഹിബിറ്ററി ഹോർമോൺ ആണ്. 2 ഹോർമോൺ പിറ്റ്യൂട്ടറി ഗ്രന്ഥിയിൽ എത്തിച്ചേരുന്നത് പോർട്ടൽ സിര വഴിയാണ്. ഇനി നമുക്ക് പോകാം. പിറ്റ്യൂട്ടറി ഗ്രന്ഥി ഉൽപ്പാദിപ്പിക്കുന്ന ഹോർമോണുകളാണ് ഇതൊക്കെ. പ്രധാനമായിട്ടും ഏതൊക്കെ ഹോർമോണുകളാണ്? ഒന്നാമത്തെ ഹോർമോൺ പ്രൊലാക്റ്റിൻ, പാൽ ഉൽപ്പാദിപ്പിക്കുന്നു. ഒന്നാമത്തെ ഹോർമോൺ പ്രൊലാക്റ്റിൻ പാൽ ഉൽപ്പാദിപ്പിക്കുന്നു. എന്നാൽ രണ്ടാമത്തെ ഹോർമോണാണ് ഇത് സൊമാറ്റോട്രോപ്പിൻ. എന്തിനു സഹായിച്ചു? വളർച്ചയെ സ്വാധീനിക്കുന്നു. വളർച്ചയെ സ്വാധീനിക്കുന്ന ഹോർമോണാണ് ഇത് സൊമാറ്റോട്രോപ്പിൻ. സോ ദ സൊമാറ്റോട്രോപ്പിൻ ഈസ് ഓൾസോ നോൺ ആസ് വളർച്ചാ ഹോർമോൺ എന്നൊക്കെ വിളിക്കും. വളർച്ചാ ഹോർമോൺ ആണ്, വളർച്ചാ വസ്തുക്കളല്ല. വളർച്ചാ വസ്തുക്കൾ എന്നറിയപ്പെടുന്നത് ആരാണ്? സസ്യങ്ങളുടെ വളർച്ചയെ സഹായിക്കുന്ന സസ്യ ഹോർമോണുകൾ പ്രധാനമായിട്ടും 5 എണ്ണമാണ് നമ്മൾ ഡിസ്കസ് ചെയ്യും. ആ സസ്യ ഹോർമോണുകൾ സസ്യങ്ങളുടെ വളർച്ചയെ ഒന്നെങ്കിൽ പ്രോത്സാഹിപ്പിക്കും അല്ലെങ്കിൽ മന്ദീഭവിപ്പിക്കും. സോ ഇത്തരത്തിൽ സസ്യങ്ങൾ അവയുടെ വളർച്ചയെ സ്വാധീനിക്കുന്ന ഹോർമോണുകളെയാണ് ഉൽപ്പാദിപ്പിക്കുന്നത്. അതുകൊണ്ട് തന്നെ സസ്യ ഹോർമോണുകളെ വിളിക്കുന്ന പേരാണെന്ത്? വളർച്ചാ വസ്തുക്കൾ അഥവാ വളർച്ചാ നിയന്ത്രക വസ്തുക്കൾ അഥവാ പ്ലാന്റ്സ് ഗ്രോത്ത് റെഗുലേറ്റേഴ്സ് എന്നൊക്കെ വിളിക്കും. നമ്മളിവിടെ ഡിസ്കസ് ചെയ്തത് വളർച്ചയെ, നമ്മുടെ ശരീരത്തിന്റെ വളർച്ചയെ സ്വാധീനിക്കുന്ന ഹോർമോണാണ് ഇത് സൊമാറ്റോട്രോപ്പിൻ. സോ ദ ഹോർമോൺ ഈസ് ഓൾസോ നോൺ ആസ് വളർച്ചാ ഹോർമോൺ എന്ന് വിളിക്കും. എന്നാൽ മൂന്നാമത്തെ ഹോർമോണാണ് ഇത് നമ്മൾ പഠിച്ച ട്രോപ്പിക് ഹോർമോൺ അല്ലെ. ട്രോപ്പിക് ഹോർമോൺ ആണ്. ഈ ട്രോപ്പിക് ഹോർമോൺ എന്ത് ചെയ്യുന്നുണ്ട്? പ്രധാനമായിട്ട് മൂന്ന് അന്തസ്രാവി ഗ്രന്ഥികളെ പോയിട്ട് ഉത്തേജിപ്പിക്കുന്നു. അതിൽ ഒന്നാമത്തെ അന്തസ്രാവി ഗ്രന്ഥിയാണ് ഇത് നമ്മുടെ തൈറോയിഡ് ഗ്രന്ഥി. തൈറോയിഡ് ഗ്രന്ഥിയെ പോയിട്ട് ഉത്തേജിപ്പിക്കുന്ന ട്രോപ്പിക് ഹോർമോൺ ആണ് ഇത് തൈറോയിഡ് സ്റ്റിമുലേറ്റിംഗ് ഹോർമോൺ. തൈറോയിഡ് ഗ്രന്ഥിയെ പോയിട്ട് ഉത്തേജിപ്പിക്കുന്നു. എന്നാൽ രണ്ടാമത്തെ ട്രോപ്പിക് ഹോർമോൺ എന്ത് ചെയ്യുന്നു? നമ്മുടെ അഡ്രിനൽ ഗ്രന്ഥിയെ ഉത്തേജിപ്പിക്കുന്നു. ഏത് ഗ്രന്ഥിയെ? അഡ്രിനൽ ഗ്രന്ഥിയെ. അഡ്രിനൽ ഗ്രന്ഥിക്ക് പ്രധാനമായിട്ടും 2 ഭാഗമുള്ളത്. ബാഹ്യഭാഗത്തെ വിളിക്കുന്ന പേരാണ് കോർട്ടെക്സ് എന്ന് വിളിക്കും. കോർട്ടെക്സ് എന്നാണ്. എന്നാൽ ആന്തരഭാഗത്തെ വിളിക്കുന്ന പേരാണ് മെഡുല്ല. സോ കോർട്ടെക്സിനെ ഉത്തേജിപ്പിക്കുന്ന ഒരു ട്രോപ്പിക് ഹോർമോൺ ഉണ്ട്. അതുകൊണ്ട് തന്നെ ആ ട്രോപ്പിക് ഹോർമോണിനെ വിളിക്കുന്നവരാണ് അഡ്രീനോ കോർട്ടിക്കോ ട്രോപ്പിക് ഹോർമോൺ. അഡ്രിനൽ ഗ്രന്ഥിയാണ് ഈ കാണുന്നത്. 2 ഭാഗം, ബാഹ്യഭാഗത്തെ കോർട്ടെക്സ് എന്നും ആന്തരഭാഗത്തെ മെഡുല്ല എന്നും വിളിക്കും. ഈ കോർട്ടെക്സിനെ പോയിട്ട് ഉത്തേജിപ്പിക്കുന്ന ട്രോപ്പിക് ഹോർമോണിനെ വിളിക്കുന്നവരാണ് അഡ്രീനോ കോർട്ടിക്കോ ട്രോപ്പിക് ഹോർമോൺ എന്ന് വിളിക്കും. ദ ലാസ്റ്റ് വൺ ലൈംഗിക ഗ്രന്ഥികളാണ്. ലൈംഗിക ഗ്രന്ഥികളെ പൊതുവെ വിളിക്കുന്നവരാണ് ഗൊണാഡുകൾ എന്നാണ് വിളിക്കുക. ആ ഗൊണാഡുകളെ ഉത്തേജിപ്പിക്കുന്ന ട്രോപ്പിക് ഹോർമോണിനെ വിളിക്കുന്ന പേരാണ് ഗൊണാഡോട്രോപ്പിക് ഹോർമോൺ. എന്താ വിളിക്കുക? ഗൊണാഡോട്രോപ്പിക് ഹോർമോൺ. പുരുഷന്റെയും സ്ത്രീകളുടെയും, പുരുഷ ലൈംഗിക ഗ്രന്ഥിയാണ് ഇത് വൃഷണം, സ്ത്രീ ലൈംഗിക ഗ്രന്ഥിയാണ് ഇത് അണ്ഡാശയം. ആ വൃഷണത്തെയും അണ്ഡാശയത്തെയും ഉത്തേജിപ്പിക്കുന്ന ട്രോപ്പിക് ഹോർമോൺ ആണ് ഇത് ഗൊണാഡോട്രോപ്പിക് ഹോർമോൺ. ഓർത്ത് വെച്ചോളെ, ഗൊണാഡോട്രോപ്പിക് ഹോർമോൺ GTH. ഇതിന്റെ ഒക്കെ ഷോർട്ട് ഫോം മനസ്സിലാക്കി വെക്കണേ. TSH മീൻസ് തൈറോയിഡ് സ്റ്റിമുലേറ്റിംഗ് ഹോർമോൺ. ACTH മീൻസ് അഡ്രീനോ കോർട്ടിക്കോട്രോപ്പിക് ഹോർമോൺ. ദ ലാസ്റ്റ് വൺ ഗൊണാഡോട്രോപ്പിക് ഹോർമോൺ അഥവാ GTH. വ്യക്തമായിട്ട് പഠിച്ചു വെക്കുക. ഇതൊക്കെ ആര് ഉൽപ്പാദിപ്പിക്കുന്നതാണ്? പിറ്റ്യൂട്ടറി ഗ്രന്ഥി ഉൽപ്പാദിപ്പിക്കുന്ന ഹോർമോൺ. എവിടെയാണ് പിറ്റ്യൂട്ടറി ഗ്രന്ഥി കാണുന്നത്? തലച്ചോറിൽ ഹൈപ്പോതലാമസിന് തൊട്ടു താഴെ തൂങ്ങിക്കിടക്കുന്നു. എങ്ങനെയുള്ള പയറുമണി പോലെയുള്ള ഒരു ഗ്രന്ഥി. ആ ഗ്രന്ഥിയെ വിളിക്കുന്ന പേരാണ് പിറ്റ്യൂട്ടറി ഗ്രന്ഥി. ദ നെക്സ്റ്റ് വൺ, അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. അടുത്ത ഭാഗം,
അതും വളരെ ഇമ്പോർട്ടന്റ് ആയ അടുത്ത ഭാഗമാണ്. ശരീരത്തിലെ ജലത്തിന്റെ സാധാരണ അളവ് എത്ര? എടാ നമുക്കറിയാം ശരീരത്തിലെ ജലത്തിന്റെ സാധാരണ അളവ് എത്രയാ? ശരീരഭാരത്തിന്റെ ഏകദേശം 65%. PS ഒരു 10,000 വട്ടം ചോദിച്ച ചോദ്യം. ശരീരഭാരത്തിന്റെ ഏകദേശം 65% എന്ത് വേണം? വെള്ളം വേണം. ആ വെള്ളത്തിന്റെ അളവ് ക്രമീകരിക്കുന്ന ഹോർമോണാണ് ഇത് വാസോപ്രസിൻ. ശരീരഭാരത്തിന്റെ ഏകദേശം 65%, അതായത് അറൗണ്ട് 35 ലിറ്റർ എന്ത് വേണം? വെള്ളം വേണം. അങ്ങനെ ശരീരത്തിലെ വെള്ളത്തിന്റെ അളവ് ക്രമീകരിക്കുന്ന ഹോർമോണാണ് ഇത് വാസോപ്രസിൻ. അതായത് ഹൈപ്പോതലാമസ് ഉൽപ്പാദിപ്പിക്കുന്ന രണ്ടാമത്തെ ഹോർമോൺ. നമ്മൾ നേരത്തെ പറഞ്ഞു ഓക്സിറ്റോസിനെ കൂടാതെ ഉൽപ്പാദിപ്പിക്കുന്ന മറ്റൊരു ഹോർമോണാണ് ഇത് വാസോപ്രസിൻ. വാസോപ്രസിൻ എന്ത് ചെയ്യുന്നു? ശരീരത്തിലെ വെള്ളത്തിന്റെ അളവ് ക്രമീകരിക്കുന്നു. അത് എങ്ങനെയാണെന്നൊക്കെ ഒത്തിരി തവണ ഞാൻ പറഞ്ഞതാണ്. വാസോപ്രസിൻ എന്ത് ചെയ്യുന്നു? എടാ നമുക്കറിയാം നമ്മുടെ ബോഡിയിൽ എപ്പോഴും എത്ര വെള്ളം വേണം? ശരീരഭാരത്തിന്റെ ഏകദേശം 65% വെള്ളം വേണം അല്ലേ? ഈ വെള്ളത്തിന്റെ അളവ് എങ്ങനെ ക്രമീകരിക്കുന്നു? മനസ്സിലാക്കി വെച്ചോ. മഴക്കാലത്ത്, കൂടുതലൊന്നും പറയുന്നില്ല, മഴക്കാലത്ത് എന്ത് സംഭവിക്കുന്നു? മഴക്കാലത്ത് വാസോപ്രസിന്റെ ഉൽപാദനം കുറയുന്നു. മഴക്കാലത്ത് വാസോപ്രസിൻ കുറയാണ് ചെയ്യുന്നത്, കുറയുന്നു. കുറച്ച് വാസോപ്രസിൻ നേരെ എങ്ങോട്ട് പോകുന്നു? വൃക്കയിൽ എത്തിച്ചേർന്നിട്ട് വൃക്കയിൽ നിന്നും എന്ത് ചെയ്യുന്നു? കുറച്ച് വെള്ളത്തെ പുനരാഗിരണം ചെയ്യുന്നു. വൃക്കയിൽ നിന്നും കുറച്ച് വെള്ളത്തെ പുനരാഗിരണം ചെയ്താൽ വൃക്കയിൽ ബാക്കി കൂടുതൽ വെള്ളം അവശേഷിക്കില്ലേ? അങ്ങനെ തന്നെ പഠിച്ചോളെ. വൃക്കയിൽ ബാക്കി കുറെ വെള്ളം അവശേഷിക്കുന്നു. ഈ കുറെ വെള്ളം എന്തായിട്ട് മാറുന്നു? മൂത്രത്തിലൂടെ നഷ്ടപ്പെടുന്നു. നഷ്ടപ്പെട്ടോളെ. ഒന്നും കൂടെ ഞാൻ പറയാണ്. മഴക്കാലത്ത് വാസോപ്രസിന്റെ ഉൽപാദനം കുറയുന്നു. കുറച്ച് വാസോപ്രസിൻ വൃക്കയിൽ നിന്നും കുറച്ച് വെള്ളത്തെ പുനരാഗിരണം ചെയ്യുന്നു. വൃക്കയിൽ ബാക്കി ഒരുപാട് വെള്ളം അവശേഷിക്കുന്നു. ആ ഒരുപാട് വെള്ളം മൂത്രത്തിലൂടെ നഷ്ടപ്പെടുന്നു. ഇങ്ങനെ തന്നെ പഠിച്ചോ. ഓക്കെ. എനിവേ, മഴക്കാലം കഴിഞ്ഞു, വേനൽക്കാലമായി. വേനൽക്കാലത്ത് എന്ത് സംഭവിക്കുന്നു? വെച്ചാൽ വാസോപ്രസിന്റെ ഉൽപാദനം എന്താകുന്നു? കൂടുന്നു. കൂടുതൽ വാസോപ്രസിൻ വന്നിട്ട് വൃക്കയിൽ എത്തിച്ചേരുകയും കൂടുതൽ വെള്ളത്തെ പുനരാഗിരണം ചെയ്യുകയും ചെയ്യുന്നു. വൃക്കയിൽ ബാക്കി എന്ത് ചെയ്യുന്നു? കുറച്ച് വെള്ളം അവശേഷിക്കുന്നു. ആ കുറച്ച് വെള്ളമാണ് എന്തായിട്ട് മൂത്രത്തിലൂടെ നഷ്ടപ്പെടുന്നത്. കേട്ടോളൂ, ഒന്നും കൂടെ പറയാം. വേനൽക്കാലത്ത് എന്ത് സംഭവിക്കുന്നു? വാസോപ്രസിന്റെ ഉൽപാദനം കൂടുന്നു. കൂടുതൽ വാസോപ്രസിൻ വൃക്കയിൽ നിന്നും കൂടുതൽ വെള്ളത്തെ പുനരാഗിരണം ചെയ്യുന്നു. ഒരുപാട് ആൾക്കാർ പോയിട്ട് ഒരുപാട് എടുത്തുകൊണ്ട് വരുന്നു, അത്രയേ ഉള്ളൂ. ഇവിടുന്ന് കുറച്ച് ആൾക്കാർ പോയിട്ട് കുറച്ചല്ലേ എടുക്കുന്നുള്ളൂ. കുറച്ച് വാസോപ്രസിൻ പോയിട്ട് കുറച്ച് വെള്ളം എടുത്തു വരുന്നുണ്ട്. ഇവിടുന്ന് വൃക്കയിലേക്ക് കൂടുതൽ വാസോപ്രസിൻ എത്തിച്ചേരുന്നുണ്ട്. തൽഫലമായിട്ട് കൂടുതൽ വെള്ളത്തെ വൃക്കയിൽ നിന്നും പുനരാഗിരണം ചെയ്യുന്നു. എടാ, കൂടുതൽ വെള്ളം വൃക്കയിൽ നിന്ന് എടുത്തു കഴിഞ്ഞാൽ പിന്നെ വൃക്കയിൽ കുറച്ച് വെള്ളമല്ലേ ഉണ്ടാവുക. ആ കുറച്ച് വെള്ളം വല്ല തെക്കൻ കാറ്റോ വടക്കൻ കാറ്റോ കൊണ്ടാൽ 1-2 തുള്ളി പോയാലായി എന്ന് പറഞ്ഞതുപോലെ നോർമലി ഇവിടെ എന്ത് സംഭവിക്കുന്നു? മൂത്രത്തിലൂടെയുള്ള ജലനഷ്ടം കുറയുന്നു. ഇത്തരത്തിൽ മൂത്രത്തിലൂടെയുള്ള ജലനഷ്ടം ക്രമീകരിക്കുന്ന ഹോർമോണാണ് ഇത് വാസോപ്രസിൻ. അതുകൊണ്ട് വാസോപ്രസിനെ വിളിക്കുന്ന മറ്റൊരു പേരാണെന്ത്? ADH അഥവാ ആന്റി ഡൈയൂററ്റിക് ഹോർമോൺ. ADH എന്ന് വിശേഷിപ്പിക്കുന്ന ഹോർമോണാണ് ഇത് വാസോപ്രസിൻ. ക്ലിയർ ആണല്ലോ മക്കളെ? ഇതൊക്കെ പഠിച്ചു വെച്ചോളെ. ഞാൻ വീണ്ടും ആവർത്തിക്കുകയാണ്. കഴിഞ്ഞ LPSA UPSAക്ക് നമ്മളെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്ത 10ൽ 10 ചോദ്യവും വ്യക്തമായിട്ട് PS ചോദിച്ചിട്ടുണ്ട്. അതിന്റെ പ്രൂഫൊക്കെ യൂട്യൂബിലും ഫേസ്ബുക്കിലൊക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റും. സോ ഞാൻ തന്നെ, അല്ലെങ്കിൽ പ്രസ്കേല തന്നെ എന്ത് ചെയ്യുന്നു? അടുത്ത കുറച്ച് ചോദ്യങ്ങളുമായിട്ട് നിങ്ങളെ പരിചയപ്പെടുത്തി തരാണ്. അത് വേറൊന്നുമല്ല, ഈ LPSA UPSAക്ക് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ? ഫുൾ മാർക്ക്. ബയോളജിയിൽ നിന്നും 1 മാർക്ക് നമുക്ക് മിസ് ചെയ്യാൻ പറ്റില്ല, പ്രത്യേകിച്ച് SCERT ടെക്സ്റ്റ് ബുക്കിൽ നിന്നും. അതുകൊണ്ട് SCERT ടെക്സ്റ്റ് ബുക്കിലെ ഇമ്പോർട്ടന്റ് ആയ ഡാറ്റകൾ മാത്രം ഫോക്കസ് ചെയ്ത് നിങ്ങളുടെ കൈകളിലേക്ക് എത്തിച്ചേരാണ്. ഓക്കെ. ഇനി വ്യക്തമായിട്ട് പഠിച്ചോളേ മക്കളെ. അത്രയും റിസ്ക് നമ്മൾ ഏറ്റെടുക്കുന്നുണ്ട്. അതിനേക്കാൾ കൂടുതൽ റിസ്ക് നിങ്ങൾ ഏറ്റെടുക്കാൻ തയ്യാറാണെങ്കിൽ വളരെ സുന്ദരമായിട്ട് നമുക്ക് എന്ത് ചെയ്യാം? ഈ LPSA UPSA നമ്മുടെ കൈകളിൽ ഒതുക്കാൻ കഴിയും. സോ ഇനി ഒരൊറ്റ ഡാറ്റ സസ്യ ഹോർമോണുകളുമായിട്ട് ബന്ധപ്പെട്ട്. നേരത്തെ ഞാൻ പറഞ്ഞിട്ടുണ്ട് സസ്യ ഹോർമോണുകൾ 5 എണ്ണമാണ്. അതിൽ ഒന്നാമത്തെ ഹോർമോണാണ് ഓക്സിൻ. ഇതുമായിട്ട് ബന്ധപ്പെട്ട് എന്ത് പഠിക്കണം എന്ന് ചോദിച്ചാൽ കൂടുതലൊന്നും പഠിക്കണ്ട, ഇത് മാത്രം ഓർത്ത് വെക്കുക. എന്തിന്? കോശ ദീർഘീകരണത്തിന് സഹായിക്കുന്ന സസ്യ ഹോർമോൺ ഏതാണെന്ന് ചോദിക്കും. അതേത് ഹോർമോണാ? അതേ ചോദിക്കൂ. കോശ ദീർഘീകരണത്തിന്, സെൽ ഇലോങ്ങേഷന് സഹായിക്കുന്ന സസ്യ ഹോർമോണാണ് ഇത് ഓക്സിൻ. അത് മറന്നു പോകുന്നവരുണ്ടെങ്കിൽ എഴുതുമ്പോൾ ഇങ്ങനെ തന്നെ ഓക്സിൻ ഇങ്ങനെയാണ് എഴുതുക. ഓക്സിൻ ഇങ്ങനെ തന്നെ അങ്ങ് പഠിച്ചോ. സസ്യങ്ങളുടെ ദീർഘീകരണം, കോശ ദീർഘീകരണത്തിന് സഹായിക്കുന്ന ഹോർമോണാണ് ഇത് ഓക്സിൻ. അതോടൊപ്പം തന്നെ മറ്റു ചില ഡ്യൂട്ടി ഉണ്ട്. അതായത് അഗ്രമുകളത്തിന്റെ വളർച്ച. അഗ്രമുകളം എന്ന് പറഞ്ഞാൽ ഏറ്റവും ടോപ്പാണ്. ടോപ്പിലും ഏറ്റവും താഴെയും അതേപോലെ തന്നെ വശങ്ങളിലൊക്കെ. ഇവിടെ പ്രധാനമായിട്ടും ടോപ്പ് എന്ന് ഉദ്ദേശിക്കാം.
ടോപ്പിൽ അഗ്രമുകളത്തിന്റെ വളർച്ചയെ സ്വാധീനിക്കുന്നു. അത് മാത്രമല്ല ഫലങ്ങൾ രൂപീകരിക്കുന്നു. ഇവിടെ കുറെ A for ആപ്പിൾ എന്നാണല്ലോ പഠിക്കുക, അതങ്ങനെ തന്നെ പഠിച്ചു വെച്ചോ. ഫലങ്ങളൊക്കെ ഉണ്ടാവാൻ സഹായിക്കുന്നത് ഓക്സിൻ എന്ന ഹോർമോണാണ്. സെൽ ഇലോങ്ങേഷൻ, അതാണ് ഏറ്റവും ഇമ്പോർട്ടന്റ്. കോശ ദീർഘീകരണത്തിന് സഹായിക്കുന്ന ഹോർമോൺ. എടാ നിങ്ങൾ കാണുന്നില്ലേ തെങ്ങും കവുങ്ങും ഒക്കെ അങ്ങ് നീണ്ടു പോകുന്നത്? തെങ്ങും കവുങ്ങൊക്കെ നീണ്ടു പോകാൻ കാരണം ആരാ? ഓക്സിൻ ആണ്. ഓർത്ത് വെച്ചോ, കോശ ദീർഘീകരണത്തിന് സഹായിക്കുന്ന ഹോർമോണാണ് ഇത് ഓക്സിൻ. എന്ന രണ്ടാമത്തെ ഹോർമോണാണ് ഇത് സൈറ്റോകിനിൻ. എന്താണ് സൈറ്റോകിനിൻ ചെയ്യുന്നത്? ഇവിടെ പഠിക്കേണ്ടതാണ് കോശവൈവിധ്യവൽക്കരണം. അതായത് വ്യത്യസ്തങ്ങളായ കോശങ്ങൾ വ്യത്യസ്ത രീതിയിലുള്ള കോശങ്ങളെ ഒക്കെ ഉണ്ടാക്കാൻ സഹായിക്കുന്ന ഹോർമോണാണ് ഇത് സൈറ്റോകിനിൻ. കോശ ദീർഘീകരണം ആരാണ്? ഓക്സിൻ ആണെങ്കിൽ കോശ വൈവിധ്യവൽക്കരണം, വ്യത്യസ്തങ്ങളായ കോശങ്ങളൊക്കെ രൂപപ്പെടാൻ കാരണമായ ഹോർമോണാണ് ഇത് സൈറ്റോകിനിൻ. മറക്കരുതേ, സൈറ്റോകിനിൻ എന്തിനു സഹായിക്കുന്നു? സെൽ ഡിഫറൻസിയേഷൻ അഥവാ കോശ വൈവിധ്യവൽക്കരണത്തെ സഹായിക്കുന്ന ഹോർമോണാണ് ഇത് സൈറ്റോകിനിൻ. ദെൻ മനസ്സിലാക്കി വെക്കാം, മൂന്നാമത്തെ ഹോർമോണാണ് ഇത് ജിബർലിൻ. വളരെ പ്രധാനപ്പെട്ടതാണ്. സമ്പ്രദാഹാരത്തെ വിഘടിപ്പിച്ചുകൊണ്ട് വിത്തിന്റെ ഒക്കെ വളർച്ചയെ, വിത്തിന്റെ ഒക്കെ മുളക്കലിനെ ഓർത്ത് വെച്ചോ. സമ്പ്രദാഹാരത്തെ വിഘടിപ്പിച്ചുകൊണ്ട് വിത്ത് മുളക്കാൻ സഹായിക്കുന്നത് ഓർത്ത് വെക്കണം മക്കളെ. സമ്പ്രദാഹാരത്തെ വിഘടിപ്പിച്ചുകൊണ്ട്, അതായത് വിത്തിനകത്ത് സ്റ്റോർ ചെയ്തിട്ടുള്ള സ്റ്റോർഡ് ഫുഡിനെ വിഘടിപ്പിച്ചുകൊണ്ട് എന്ത് ചെയ്യാൻ? വിത്ത് മുളക്കാൻ സഹായിക്കുന്ന ഹോർമോണാണ് ഇത് നമ്മുടെ ജിബർലിൻ. ജിബർലിൻ എന്തിനു സഹായിക്കുന്നു? വിത്ത് മുളക്കാൻ അഥവാ സീഡ് ജെർമിനേഷന് സഹായിക്കുന്നു. വിത്ത് മുളക്കാൻ സഹായിക്കുന്ന ഹോർമോണാണ് ഇത് ജിബർലിൻ. അങ്ങനെ തന്നെ ഓർത്ത് വെച്ചോ, ജിബർലിൻ മുളക്കാനാണ്, മുളക്കാൻ സഹായിക്കുന്ന ഹോർമോണാണ് ജിബർലിൻ. സമ്പ്രദാഹാരത്തെ വിഘടിപ്പിച്ചുകൊണ്ട് വിത്ത് മുളക്കാൻ. മക്കളെ നിങ്ങൾക്ക് മനസ്സിലാക്കി വെക്കുക, ഇതൊരു വിത്താണെങ്കിൽ അതിൻ്റെ അകത്ത് എന്തുണ്ട്? സ്റ്റോർഡ് ഫുഡ് ഉണ്ട്. ഈ സ്റ്റോർഡ് ഫുഡ് ബ്രേക്ക് ചെയ്താൽ മാത്രമേ വിത്ത് എന്ത് ചെയ്യുന്നുള്ളൂ? മുളയ്ക്കുന്നുള്ളൂ. ഇത്തരത്തിൽ സമ്പ്രദാഹാരത്തെ വിഘടിപ്പിച്ചുകൊണ്ട് വിത്ത് മുളക്കാൻ സഹായിക്കുന്ന ഹോർമോണാണ് ഇത് ജിബർലിൻ. ഇതൊക്കെ വരച്ച് കൃത്യമായിട്ട് ക്ലാസ് എവിടെയുണ്ട്? ആപ്പിനകത്തുണ്ട്. മനസ്സിലാക്കി വെച്ചോ. എന്നാൽ മൂന്നാമത്തെ ഹോർമോണാണ് അബ്സിസിക് ആസിഡ്. മനസ്സിലാക്കി വെക്കുക, ഈ മൂന്ന് ഹോർമോണും അങ്ങനെ വേണമെങ്കിൽ ചോദിച്ചേക്കാം. ഈ മൂന്ന് ഹോർമോണിന്റെ പ്രത്യേകത, ഓക്സിൻ ആണെങ്കിലും സൈറ്റോകിൻ ആണെങ്കിലും ജിബർലിൻ ആണെങ്കിലും ഈ മൂന്ന് ഹോർമോണും സസ്യങ്ങളുടെ വളർച്ചയെ പ്രോത്സാഹിപ്പിക്കുന്ന ഹോർമോണാ. എന്നാൽ ഈ രണ്ട് ഹോർമോൺ ഉണ്ടല്ലോ, ഏതൊക്കെ? അബ്സിസിക് ആസിഡും എത്തിലിനും. ആ രണ്ട് ഹോർമോണും സസ്യങ്ങളുടെ വളർച്ചയെ മന്ദീഭവിപ്പിക്കുന്നു. അപ്പൊ മന്ദീഭവിപ്പിക്കുന്ന ഹോർമോണുകളാണ് ഇതൊക്കെ അബ്സിസിക് ആസിഡും എത്തിലിനും. സസ്യങ്ങളുടെ വളർച്ചയെ പ്രോത്സാഹിപ്പിക്കുന്ന ഹോർമോണാണ് ഇതൊക്കെ ഓക്സിൻ, സൈറ്റോകിനിൻ ആൻഡ് ജിബർലിൻ. മറക്കരുതേ. ദ നെക്സ്റ്റ് വൺ, ഇല വിരിയാൻ സഹായിക്കുന്ന ഹോർമോൺ. ഇങ്ങനെയൊക്കെ ചോദിച്ചാൽ ചിലപ്പോൾ അത് റാങ്ക് മേക്കിംഗ് ക്വസ്റ്റൻ ആയിട്ട് മാറും. ഇല വിരിയാൻ സഹായിക്കുന്ന ഹോർമോണാണ് ഇത് ജിബർലിൻ. ഇല വിരിയാൻ ജിബർലിൻ. Then the next one, abscisic acid. എന്താണ് അബ്സിസിക് ആസിഡ്? ഭ്രൂണത്തിന്റെ ഒക്കെ വളർച്ചയെ മന്ദീഭവിപ്പിക്കുന്ന, അതായത് ഭ്രൂണത്തിന്റെ സുപ്താവസ്ഥയ്ക്ക് കാരണം മന്ദീഭവിക്കാൻ, ആ വളർച്ചയെ മുരടിപ്പിക്കുന്നത്, വളർച്ചയെ മന്ദീഭവിപ്പിക്കുന്ന ഹോർമോണാണ് ഇത് അബ്സിസിക് ആസിഡ്. അവിടെ മനസ്സിലാക്കി വെക്കേണ്ടത്, പാകമായ ഇലകൾ, കായ്കൾ എന്നിവ ഒക്കെ പൊഴിയാൻ കാരണമായതും ഏത് ഹോർമോണ്? അബ്സിസിക് ആസിഡ് ആണ്. Then last one, എത്തിലീൻ. ഒരുപാട് വട്ടം ചോദിച്ച സസ്യ ഹോർമോൺ എത്തിലീൻ. അതായത് എന്ത് ചെയ്യാൻ? ഫലങ്ങളൊക്കെ പഴുക്കാൻ, ഫലങ്ങളൊക്കെ പാകമാകാൻ അഥവാ പഴുക്കാൻ കാരണമായ ഹോർമോണാണ് ഇത് എത്തിലീൻ. കൂടിയ അളവിലായി കഴിഞ്ഞാൽ ഇലകളും പഴങ്ങളൊക്കെ എന്തായി പോകും? പൊഴിഞ്ഞു പോകും. ഇത്തരത്തിൽ 5 സസ്യ ഹോർമോണുകളെ കുറിച്ചും ഇവിടെ വ്യക്തമായിട്ട് മനസ്സിലാക്കി വെക്കുക. അതിൽ ഏറ്റവും പ്രധാനമായിട്ടും ഓക്സിൻ, കോശ ദീർഘീകരണം, സൈറ്റോകിനിൻ, കോശ വൈവിധ്യവൽക്കരണം, ജിബർലിൻ, അതായത് എന്ത് ചെയ്യാൻ? സമ്പ്രദാഹാരത്തെ വിഘടിപ്പിച്ചുകൊണ്ട് വിത്ത് മുളക്കാൻ. ദ നെക്സ്റ്റ് വൺ, അബ്സിസിക് ആസിഡ് ആണെങ്കിൽ എന്തിനു സഹായിക്കുന്നു? ഭ്രൂണത്തിന്റെ സുപ്താവസ്ഥയ്ക്ക്, അതായത് ഭ്രൂണത്തിന്റെ വളർച്ചയെ മന്ദീഭവിപ്പിക്കുന്നു. എത്തിലിൻ, ഫലങ്ങളൊക്കെ പാകമാവാൻ. ഇതൊക്കെ മനസ്സിലാക്കി വെച്ചോളെ. വളരെ അടിവരയിട്ട് വെച്ച് പഠിച്ചോ. വെരി ഇമ്പോർട്ടന്റ് ഫാക്ടർ.